മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിലേക്ക് കടക്കാൻ പോവാണ്. കെമിക്കൽ റിയാക്ഷൻസ് ആണ് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറയുന്നത് ഹാലോ ആൽക്കീൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. കാരണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണത്. അപ്പം നിങ്ങൾ വൃത്തിക്ക് തന്നെ പഠിക്കുക, കൂടെ തന്നെ ഇരുന്നാൽ മതി. ഒരു ടെൻഷനും വേണ്ട, എന്റെ കൂടെ നിന്നാൽ മാത്രം മതി, ബാക്കി എന്നെ ഫുൾ സെറ്റ് ആയി തരും. നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ചാപ്റ്റർ കോൺഫിഡൻസോട് കൂടി പോകുന്ന രൂപത്തിലേക്ക് ആക്കി തരും. ഡോണ്ട് വറി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഓരോ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇഷ്ടല്ലേ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് റിയാക്ഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, ഹാലോ ആൽക്കെയിൻസ് പ്രധാനമായിട്ടും അണ്ടർഗോ ചെയ്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പിന്നെ എലിമിനേഷൻ റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഉണ്ട്. മെയിൻ റിയാക്ഷൻ ഏതാണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുകയും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി കുറച്ച് സിമ്പിൾ കോൺസെപ്റ്റുകൾ, അതായത് ഈ ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പറയുന്ന തിയറി ഒക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് കൺസെപ്ച്വലി ബിൽഡ് ചെയ്യാൻ എടുക്കാൻ പോകുകയാണ്. എല്ലാവരും ഒന്ന് എന്റെ കൂടെ ഇരിക്കണേ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനെ പറ്റിയാണ്. കാരണം പല കുട്ടിക്കും ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്താണെന്ന് കേൾക്കുന്നത് പേടിയാണ്. അതറിയത്തില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, കാണാതെ പഠിച്ചിട്ടുണ്ടാവും. സംഭവം മനസ്സിലാക്കി പഠിച്ചത് വളരെ ചുരുക്കമാണ്. എന്തിനാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പഠിക്കുന്നത്? എന്താണ് ഈ ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? എന്തിനാണ് അതും അതും അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് തമ്മിൽ കണക്ഷൻ എന്താണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഹെഡിങ് കൊടുക്കാൻ പോവാണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഹെഡിങ് കൊടുക്കാൻ പോവാം. ഒപ്റ്റിക്കൽ ഐസോമറിസം. എല്ലാവരും എന്റെ കൂടെ വേണേ, ആരും ശ്രദ്ധ വിട്ടു പോകരുത്. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇതില് ഇപ്പോൾ ഞാൻ പറയുന്നു ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസും അതേപോലെ തന്നെ മക്കളെ ഹാലോ അറീൻസും പ്രധാനമായിട്ട് കൂടുതലും കാണിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രധാനമായിട്ടും മെയിൻലി അവർ കാണിക്കുന്നതാണ്, ന്യൂക്ലിയോഫിലിക് 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 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അവിടെ നടക്കുന്ന മക്കളെ സിംപ്ലി ആൽക്കിൽ ഹാലൈഡ് എടുക്കുകയാണ്. ഇതൊരു ആൽക്കിൽ ഹാലൈഡ് എന്ന് വിചാരിക്കും. ഈ ആൽക്കിൽ ഹാലൈഡ് ന്യൂക്ലിയോഫൈലുമായി റിയാക്ട് ചെയ്യും. ന്യൂക്ലിയോഫിൽ നിന്ന് ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഹാലജൻ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയോഫൈൽ കൊണ്ടുപോകും, ബ്രേക്ക് ആക്കും, അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യും? ഇവിടെ കയറിയിരിക്കും. ന്യൂക്ലിയോഫൈൽ അവിടെ കയറിയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുക? ദാറ്റ് ബിക്കംസ് RX, ആൽക്കിൽ ഹാലൈഡ് ആയിട്ട് മാറും. ഒരു ആൽക്കിൽ ഹാലൈഡ് അല്ല, എന്തായിട്ട് മാറും മക്കളെ? ദാറ്റ് ബിക്കംസ് എന്തായി മാറും മക്കളെ? RNU ആയിട്ട് മാറും. RNU ഇവിടെയല്ലേടാ, RNU ആയിട്ട് മാറും. ഇതാണ് സംഭവം. ഇതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ ആൽക്കിൽ ഹാലൈഡ് ഏതൊക്കെ ടൈപ്പിലുണ്ട്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആൽക്കിൽ ഹാലൈഡ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ടൈപ്പുണ്ട് ആൽക്കിൽ ഹാലൈഡുകൾ? യെസ്, പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബെൻസൈലിക് ഉണ്ട്, അല്ല ബെൻസൈൽ ഉണ്ട്, ബെൻസൈൽ ഹാലൈഡുകൾ ഉണ്ട്. അതേപോലെ നമുക്കറിയാം അലൈലുണ്ട്, അതേപോലെ ആരുണ്ട്? വിനൈൽ ഉണ്ട്, അതുപോലെ ടെർഷറി ആൽക്കിൽ ഹാലൈഡുകൾ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, പ്രൈമറി ഉണ്ട്, എക്സെട്ര. ഇത്രയും ആൽക്കിൽ ഹാലൈഡുകൾ ഉണ്ട്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഏത് നടക്കണം? പ്രധാനമായും രണ്ട് തരത്തിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ പ്രധാനമായും രണ്ട് ടൈപ്പാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ്? SN1 മെക്കാനിസം, SN1 റിയാക്ഷൻ ആണ്, SN1 ആണ്. മറ്റേതാണ് SN2 ആണ്. ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി രണ്ട് തരത്തിലുണ്ട്, SN1 ഉം SN2 ഉണ്ട്. ഇത് എങ്ങനെയാണ് മനസ്സിലാവുക? ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആൽക്കിൽ ഹാലൈഡ്. ഏത് ആൽക്കിൽ ഹാലൈഡ് ആണ് നമ്മൾ എടുക്കുന്നത്, ആ ആൽക്കിൽ ഹാലൈഡ് അനുസരിച്ചായിരിക്കും അത് SN1 പോകണോ SN2 പോകണോ തീരുമാനിക്കുന്നത്. അത് ഏതൊക്കെ ടൈപ്പ് ആൽക്കിൽ ഹാലൈഡുകൾ ഉണ്ട്? ബെൻസൈൽ ഉണ്ട്, അലൈൽ ഉണ്ട്, വിനൈൽ ഉണ്ട്, ടെർഷറി, സെക്കൻഡറി, ഒരുപാട് ആൽക്കിൽ ഹാലൈഡ് ഉണ്ട്. ഏത് ആൽക്കിൽ ഹാലൈഡ് ആണോ അതിനടിസ്ഥാനത്തിലായിരിക്കും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈപ്പിന് പോകണമെന്ന് തീരുമാനിക്കുന്നത്. എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്? രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് SN1 ഉണ്ട്, SN2 ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഏത് ആൽക്കിൽ ഹാലൈഡ് ആണ് തീരുമാനിച്ചിട്ടാണ് SN1 പോകണോ SN2 പോകണോ തീരുമാനിക്കുന്നത്. മനസ്സിൽ കയറ്റി വെക്കാം. റെഡി അല്ലേ? യെസ്. ഇനി നമുക്ക് മനസ്സിലാക്കണം, അത് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെ, ഏത് ആൽക്കിൽ ഹാലൈഡ് ആണ് പോവുക എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് ഈസ് ബേസ്ഡ് ഓൺ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒപ്റ്റിക്കൽ ഐസോമറിസം. ഈ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിനെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ധാരണ കിട്ടും. എന്ത് ധാരണ കിട്ടും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെ നടക്കുക എന്നുള്ളത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെ നടക്കുക എന്നുള്ളതിനൊക്കെ ബന്ധപ്പെട്ട ധാരണ, ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പഠിക്കുമ്പോഴാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ടോപ്പിക് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, ദാറ്റ്സ് ദ തിങ്. റെഡി? ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കിടക്കാൻ പോവാണ്. ഒപ്റ്റിക്കൽ ഐസോമർ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്.
കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. SN1 SN2 ഡിഫറൻസ് ഒക്കെ പറയും. ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. സെറ്റ്. അതോടെ നമ്മൾ ചാപ്റ്റർ വൈൻഡ് അപ്പ് ആക്കും. സെറ്റ് അല്ലേ? യെസ്. അപ്പം ഒപ്റ്റിക്കൽ ഐസോമർസ് പഠിക്കുമ്പോൾ എല്ലാവരും എന്റെ കൂടെ ഇരിക്കണം. കാരണം കുറച്ച് പറയാനുണ്ട്, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമർസത്തിന്റെ മെയിൻ ഹെഡിങ് കൊടുക്കുകയാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളുണ്ട്. ടേമുകളുണ്ട്. ഒന്നാമത്തെ ടേമാണ് എന്ത്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഇതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. എന്താ മക്കൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു സിംഗിൾ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ആണ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ മാറ്റാൻ കഴിവുള്ള കോമ്പൗണ്ടിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. കൃത്യം മനസ്സിലാക്കണം. അതായത് ഒരു കോമ്പൗണ്ടിന്റെ കഴിവാണ്, എന്ത് അബിലിറ്റിയാണ്, എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ ഒരു കോമ്പൗണ്ടിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നോക്കിക്കേ, ഇത് ലെറ്റ്സ് സേ ഇത് എന്താണ്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കും. ഒരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുകയാണ്. ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലൂടെ കടത്തി വിടുന്നുണ്ട് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് വിചാരിച്ചോ, അത് ഇങ്ങനെ വരാണ്. ഡയറക്ഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് വിളിക്കും. ഞാൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ലെഫ്റ്റിക്കാണോ റൈറ്റിക്കാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ മക്കളെ ശ്രദ്ധിക്കണേ, എന്ത് ചെയ്യാണ്? ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ പോളറൈസേഷൻ ഒരു ഡയറക്ഷനിൽ പോകുന്ന ആളാ. അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട്. അതിന് ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ റൈറ്റിക്ക് ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അത്തരത്തിലുള്ള കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. റൈറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വിളിക്കുന്ന പേരുണ്ട് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ശ്രദ്ധിക്കണേ, ടേം നോക്കണേ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. ശരിയല്ലേടാ? ഇനി അതിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്? സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിലോ പ്ലസ് ആയിട്ട് കൊടുക്കാറുണ്ട്, പ്ലസ്. ഇനി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിക്കാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ലീവോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. ലീവോ റൊട്ടേറ്ററി. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്? സ്മോൾ ലെറ്റർ എൽ എന്നോ അല്ലെങ്കിൽ മൈനസ് ചാർജ് മൈനസോ കൊടുക്കും. ശരിയല്ലേ മക്കളെ? റെഡിയാണ്. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ്. അതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാനുള്ള ക്രൈറ്റീരിയ എന്താ? ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി എനിക്ക് പറയാൻ പറ്റണം, ഈ കാണുന്ന ചങ്ങായി ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇവൻ ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുക? അങ്ങനെ പറയാൻ പറ്റുന്നതിനെ കുറിച്ച് മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ആ ക്രൈറ്റീരിയ വിളിക്കുന്ന പേരാണിത്, ദാറ്റ് ഈസ് അസിമെട്രി. ഒരു കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അസിമെട്രിക് ആണെങ്കിൽ, അസിമെട്രി ആണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണെന്നാണ് പറയാം. ഓക്കെ, അപ്പം ക്രൈറ്റീരിയ എന്താണ്? അസിമെട്രി ആണ്. ഇനി അടുത്ത പോയിന്റ് എന്താ? അസിമെട്രി ആണ്. ആ കോമ്പൗണ്ട് എന്തായിരിക്കണം? മക്കളെ? ആ കോമ്പൗണ്ട് അസിമെട്രി ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഇനി അസിമെട്രി ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെ നോക്കാം? ആ കോമ്പൗണ്ട് അസിമെട്രി ആണെങ്കിൽ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇനി അസിമെട്രി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നോക്കുക? ആ ഒരു ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്ത്? കൈറാലിറ്റി. സംഭവമാണ് കൈറാലിറ്റി. അപ്പൊ അസിമെട്രിക് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് കൈറാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കൈറാലിറ്റി. ശ്രദ്ധിക്കണം മക്കളെ, ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അസിമെട്രിക് ആണോ അല്ലയോ നോക്കാൻ വേണ്ടി നോക്കുന്നത് കൈറാലിറ്റി എന്ന് പറയും. കൈറാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൈറാലിറ്റി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്ത് എന്ത് വേണം? കൈറൽ കോമ്പൗണ്ട് വേണം, കൈറൽ കാർബൺ വേണം. കൈറാലിറ്റി ആവണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? കൈറൽ കാർബൺ വേണം. പിന്നെ അടുത്ത ചോദ്യം, എന്താണ് കൈറൽ കാർബൺ? അത് അടുത്ത ചോദ്യമാണ്. സംഭവം എത്രയോളം ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ അത് എന്ത് കാണിക്കണം? അസിമെട്രിക് ആയിരിക്കണം. സിമെട്രി കാണിക്കണം. അസിമെട്രിക് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ടെക്നിക് ആണെന്ത്? ആ കോമ്പൗണ്ട് കൈറാലിറ്റി ഉണ്ടോ എന്ന് നോക്കും. കൈറാലിറ്റി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അർത്ഥം അതിനകത്ത് കൈറൽ കാർബൺ വേണം. അപ്പൊ എന്താണ് കൈറൽ കാർബൺ? ഇപ്പൊ നിങ്ങൾ പറയണം, കൈറൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയാണ്, സാറേ കൈറൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല സാറേ, വളരെ എളുപ്പമാണ്. എന്താണ് കൈറൽ കാർബൺ? കൈറൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ വാലൻസി 4 അല്ലേടാ? 4 ആണ്. ഇതാണ് കാർബണിന്റെ വാലൻസി. 4 വാലൻസിയും ഡിഫറെന്റ് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യുകയാണ്. ദാറ്റ് കാർബൺ ഈസ് നോൺ ആസ് കൈറൽ കാർബൺ. വിച്ച് മീൻസ് ഇത് എ ആണെങ്കിൽ ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. അപ്പൊ ഈ കാണുന്ന ചെങ്ങായിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ കാർബൺ വിളിക്കുന്ന പേരാണെന്ത്? ദാറ്റ് ഈസ് കൈറൽ കാർബൺ. നമ്മൾ അസ്റ്ററിക് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാർക്ക് പോലെ കൊടുക്കാറുണ്ട്. അതിന്റെ അർത്ഥം അത് കൈറൽ കാർബൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സുകൾ ആണ് ഇവിടെ ഉണ്ടാവുക. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി എന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്,
പല കുട്ടികൾ തെറ്റിദ്ധരിക്കാറുണ്ട്. കൈറാൽ കാർബൺ ഉണ്ട് എന്ന് കരുതി ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശ്രദ്ധിച്ചിരിക്കണം, കൈറാൽ കാർബൺ ഉണ്ട് എന്ന് കരുതി സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, സ്റ്റേറ്റ് അസസറീസിലൊക്കെ ചോദിക്കാം. കൈറാൽ കാർബൺ ഉണ്ട് എന്ന് കരുതിയിട്ട് ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. 100% പറയാൻ പറ്റത്തില്ല ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്നുള്ളത്. ഒരു സാധ്യത മാത്രമേ, കൈറൽ കാർബൺ ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ആവാം എന്നേ ഉള്ളൂ, അല്ലാതെ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ആവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിന് എക്സെപ്ഷൻ കേസ് ഉണ്ട്. അതായത് കൈറൽ കാർബൺ ഉണ്ടായിട്ടും ഒപ്റ്റിക്കൽ ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? യെസ്, ദാറ്റ്സ് എ തിങ്. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അടുത്തതിലേക്ക് പോകാൻ പോവാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിനെ പറ്റി പഠിക്കാൻ പോകണം. അപ്പോൾ ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്ട്രക്ചറൽ ഐസോമേഴ്സും സ്റ്റീരിയോ ഐസോമേഴ്സും ഒക്കെ. ആ സ്റ്റീരിയോ ഐസോമർ രണ്ട് തരത്തിലുണ്ട്. അതായത് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് സ്റ്റീരിയോ ഐസോമർ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ജിയോമെട്രിക്കലുണ്ട്, ഒപ്റ്റിക്കലും ഉണ്ട്. ജിയോമെട്രിക്കൽ നിങ്ങൾ ഹൈഡ്രോ കാർബൺ പഠിച്ചിട്ടുണ്ട്, സിസും ട്രാൻസും ഒക്കെ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. അത് നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിവേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. അതിന്റെ കുറച്ച് ടെർമിനോളജികളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി, അത് നമുക്ക് ഈ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമ്മളത് പഠിക്കുന്നുണ്ടായിരിക്കുക. മാത്രമല്ല നീറ്റ് എക്സാമിന് ലെവലിൽ നമ്മൾ എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കോൺസെപ്റ്റും ക്ലിയർ ചെയ്ത് പോകും. അത് മാത്രം മതി. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നമ്മൾ മിനിമം കുറച്ച് വേണ്ടതും പഠിക്കും. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് എന്താണ് വേണ്ടത് അത് കൃത്യമായി പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിയുന്നതോടുകൂടി എന്താണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കും. ദാറ്റ്സ് ദ തിങ്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പറയുകയാണെങ്കിൽ ഒന്നാമതാണ് മക്കളെ ഇനാൻഷ്യോമർ. കേട്ടിട്ടുണ്ടോ മക്കളെ ഇതിന്റെ പേര് ഇനാൻഷ്യോമർ എന്നുള്ളത്? കേട്ടിട്ടുണ്ടോടാ? യെസ്, എനൻഷ്യോമേഴ്സ്. എനൻഷ്യോമർ എന്ന് പറയുന്നത് സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കോമ്പൗണ്ട് എഴുതാൻ പോവാണ്. ഇത് കാർബൺ ആണ്. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ്. അപ്പം ഉറപ്പാണ് ഇത് കൈറാൽ കാർബൺ ആണ്. എന്താണ് കൈറാൽ കാർബൺ? ഞാനൊരു സ്റ്റാർ മാർക്ക് കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഒരു മിറർ ഇമേജ് വരയ്ക്കാൻ പോവാണ്. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ സിമ്പിൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മിറർ ഇമേജിന്റെ പ്രത്യേകത? എന്ന് പറഞ്ഞാൽ മിറർ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അതായത് ഈ നേരെ എന്റെ തല ഇങ്ങനെയാണ്, തല ഇവിടെ തന്നെ. നമുക്ക് കണ്ണാടി നോക്കുകയാണെങ്കിൽ തല ഇവിടെ തന്നെ, കാല് താഴെ തന്നെ. പക്ഷേ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലും, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലും വരും. അപ്പൊ സൈഡിലുള്ള ഇമേജുകൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിഞ്ഞിരിക്കും. അതാണ് മിറർ ഇമേജിന്റെ പ്രത്യേകത. അപ്പം നമുക്കിവിടെ മിറർ ഇമേജ് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും മക്കളെ? മിറർ ഇമേജ് എ ഇവിടെ തന്നെ ഉണ്ടാകും, ബി ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ബി എന്ത് ചെയ്യുന്നുണ്ടാവും, മാറിയിട്ടുണ്ടാവും. സി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. സി ഇവിടെ, ബി ഇവിടെ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? ഇതും എന്ത് തന്നെയാണ്, കൈറാലാണ്. റെഡി? അപ്പൊ ഇതാണ് മിറർ ഇമേജ്. ഇത് മിറർ ഇമേജ്. ഇതെന്താണ് മിറർ ഇമേജ്? ഇനി നോക്കിയേ, ഈ കാണുന്ന സാധനം ഞാൻ എ എന്ന് വിളിക്കാം. ഇത് എ എന്ന് വിളിക്കുക, ഒരു കോമ്പൗണ്ട് എ എന്ന് വിചാരിച്ചോ. ഈ എന്റെ പ്രത്യേകത എന്താ? ആ എ അസിമെട്രിക് ആണ്. ഫ്രണ്ടിൽ അസിമെട്രിക് അല്ല, അസിമെട്രിക് ആണ്. അസിമെട്രിക് കാർബൺ ഉണ്ട്, ഇതിനകത്ത് അസിമെട്രിക് കാർബൺ ഉണ്ട്. കാരണം 4 ഡിഫറെന്റ് വാലൻസി, 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ്. അസിമെട്രിക് കാർബൺ ആണ്. അത് മാത്രമല്ല അതെന്താണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഒപ്റ്റിക്കൽ ആക്റ്റീവിന് OA എന്ന് ഇതാണ്, ഒപ്റ്റിക്കലി ആക്റ്റീവുമാണ്. അസിമെട്രിക് കാർബൺ ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ അസിമെട്രിക് കാർബൺ ആണെന്ന് വിചാരിക്കും. സിമെട്രിക് കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, സാധ്യത ഉണ്ട്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക, ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ആണല്ലോ, ആണ്. അപ്പൊ ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു, മെയിൻ പോളറൈസേഷൻ റൈറ്റ് ആണ് വിചാരിക്കും. ഇങ്ങനെയാണ് ഇവ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, നെക്സ്റ്റ് റൊട്ടേറ്റഡ് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ മിറർ ഇമേജ് എന്തായിരിക്കും മക്കളെ? ലീവോ റൊട്ടേറ്റഡ് ആയിരിക്കും. പിന്നെ മിറർ ഇമേജ് എന്തായിരിക്കും? ലീവോ റൊട്ടേറ്റഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി എന്തെങ്കിലും കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. ഇവന്റെ മിറർ ഇമേജ് ആണല്ലോ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മിറർ ഇമേജുകളല്ലേ? യെസ്, മിറർ ഇമേജുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്റെ കൈ പോലെയാണ് സംഭവം. എനൻഷ്യോമർ എങ്ങനെയാണ്? എന്റെ കൈ പോലെയാണ്. അതായത് മക്കളെ, എന്റെ ഈ കൈ നോക്കിക്കേ, ഈ കൈന്റെ കറക്റ്റ് മിറർ ഇമേജ് ആണ് ഈ കൈ. രണ്ടും എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഒരിക്കലും എന്തെങ്കിലും ഒരുപോലെ നിൽക്കത്തില്ല. നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ഇങ്ങനെ പറ്റും, പക്ഷെ ഇങ്ങനെ പറ്റത്തില്ല. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകളാണ്. ഇപ്പൊ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എനൻഷ്യോമേഴ്സ് ആണ്. നിങ്ങൾ എഴുതി വെക്കണം. എന്താണ് എനൻഷ്യോമർ വെച്ചാൽ പറയണം. ദാറ്റ് ഈസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ചെയ്യാത്ത നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജുകൾ വിളിക്കുന്ന പേരാണെന്ത്? എനൻഷ്യോമേഴ്സ്. മനസ്സിലായോ? അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ട് അസിമെട്രിക് കാർബൺ ഉണ്ട്. എന്ന് മാത്രമല്ല ആ അസിമെട്രിക് കാർബൺ ഉള്ള ആള് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അയാളുടെ ഒരു മിറർ ഇമേജ് ഉണ്ട്, അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. എങ്കിൽ ദേ ആർ എന്താണ്? എനൻഷ്യോമേഴ്സ് ആണ്. അപ്പൊ ഇവർ രണ്ട് ചങ്ങായിമാരും എന്താ? എയും ബിയും. ഇപ്പൊ ബി ആന്ന് വെച്ചോ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും എയും ബിയും എന്താണ്? ANBR എനൻഷ്യോമേഴ്സ്. ഇതെന്താണ്? എനൻഷ്യോമേഴ്സ് ആണ്.
എനൻഷോമറിന്റെ പ്രത്യേകത എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവുമാണ്. എനൻഷോമർ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവുമാണ്. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, ദാറ്റ്സ് ദ തിങ്. ഇനി നിങ്ങൾ നോക്കിക്കേ, അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. നോക്കിയേ, അടുത്ത കോൺസെപ്റ്റ് എന്തിനെ പറ്റി അറിയോ? അടുത്തൊരു ഒപ്റ്റിക്കലി ഐസോമർ ആണെന്ത്? ഡയാസ്റ്റീരിയോമർ. ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് വിളിക്കും. ഡയാസ്റ്റീരിയോമേഴ്സ്. ഡയാസ്റ്റീരിയോമേഴ്സിന്റെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ മക്കളെ സിമ്പിൾ ആണ്. ഒരു കാർബൺ ആറ്റം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? എ, ബി, 4 വാലൻസ് കൊടുക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. 4 ഗ്രൂപ്പുകൾ. സി, ബി, അതേപോലെ സി, എ, ബി, സി, ബി. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയേ, ഇതെന്താ പ്രത്യേകത? ഇവിടെ ഇതിപ്പോ എ ആണ്, ഇത് ബി ആണെന്ന് വിചാരിക്കും. ഈ എയും ബിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ ഒരിക്കലും എന്തല്ല, സെയിം അല്ല, ഒരു റിലേഷൻഷിപ്പും ഇല്ല. അതായത് നോൺ സൂപ്പർ ഇമ്പോസ് മിറർ ഇമേജ് എന്ന് പറയാൻ പറ്റില്ല. ഇയാളുടെ മിറർ ഇമേജ് ആണ് ഇയാൾ, എയുടെ മിറർ ഇമേജ് ആണ് ബി അല്ല. ഈ എ തന്നെയാണ് ബി, ഒരേപോലെയാണ് ഇരിക്കുന്നത്, അതുമല്ല. ഇവർ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. അതായത് സിയും ഡിയും തമ്മിൽ ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണത് ഡയാസ്റ്റീരിയോമേഴ്സ്. മനസ്സിലായ പേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലേ? കാരണം എന്താ? 4 ഡിഫറൻറ്റാ. ഇവൻ ഒപ്റ്റിക്കലി ആക്റ്റീവ്, 4 ഡിഫറൻറ്റാ, സിമെട്രിക്കാ. സോ നിങ്ങൾ പറയാൻ പറ്റും നോ സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഒരു പേര് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. നോ സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത് തമ്മിൽ എന്തില്ല, യാതൊരു സ്പെഷ്യൽ റിലേഷൻഷിപ്പും ഇല്ല. സച്ച് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സച്ച് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണത്. സച്ച് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഡയാസ്റ്റീരിയോമേഴ്സ്. വിളിക്കുക ഡയാസ്റ്റീരിയോമേഴ്സ്. അപ്പൊ എന്താ നമ്മൾ ഡിഫറൻസ്? ഈ പറഞ്ഞിരിക്കുന്ന എനൻഷോമർ ഡയാസ്റ്റീരിയോമർ ഡിഫറൻസ് എന്താ? എനൻഷോമർ ആണെങ്കിൽ അവർ തമ്മിൽ എന്താണ്, ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസ് മിറർ ഇമേജുകളാണ്, അല്ലെ? ഒന്നിന്റെ മിറർ ഇമേജ് ആണ് മറ്റേ ആൾ, അതാണ് അതിന്റെ ബന്ധം, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് രണ്ടുപേരും ഒപ്റ്റിക്കലി ആക്റ്റീവുമാണ്. ഇനി എന്താണ് ഡയാസ്റ്റീരിയോമർ എന്ന് പറഞ്ഞാൽ? അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അവർ തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, മാത്രമല്ല ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവുമാണ്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ടൈം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. മീസോ കോമ്പൗണ്ട് ആണ്. അപ്പൊ മീസോ കോമ്പൗണ്ട് എന്താന്ന് പല കുട്ടികൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതെന്താന്ന് കാണിക്കാൻ പോകണം, ഞാൻ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. മീസോ കോമ്പൗണ്ട് കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ക്ലിയർ? നോക്കിയേ, ഇവിടെ ഒരു CH3 ഞാൻ ഇങ്ങനെ ഉണ്ട പോലെ കൊടുത്തത് എന്താണ്? ഇത് കാർബൺ ആറ്റം ആണ്. ഇത് അടുത്ത കാർബൺ ആറ്റമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കാർബൺ ആറ്റം. നെക്സ്റ്റ് അടുത്ത് ഞാൻ ഇവിടെ ഒരു H കൊടുക്കുന്നു, ഇവിടെ H കൊടുക്കുന്നു, ഇവിടെ ഒരു CH3 കൊടുക്കുന്നു, ഇവിടെ ഒരു OH ആൻഡ് ഇവിടെ ഒരു OH. നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒരു 2 തരത്തിലുള്ള 2 കൈറൽ കാർബൺസ് ഉണ്ട്. 2 കൈറൽ കാർബൺസ്. ഒന്ന് ഈ കൈറൽ കാർബൺ 1 കൊടുക്കുന്നു, ഇത് അടുത്ത കൈറൽ കാർബൺ 2 എന്ന് കൊടുക്കുന്നു. 2 കൈറൽ സെന്ററുകൾ, 2 കൈറൽ കാർബണുകൾ ഉണ്ട്. ഒന്ന് മുകളിലത്തെ കൈറൽ കാർബൺ, 2 അടിയത്തെ കൈറൽ കാർബൺ. 4ന്റെയും ഈ 2 കൈറൽ കാർബണിന്റെയും 4 ഗ്രൂപ്പ് ഡിഫറൻറ്റ്. അതുകൊണ്ട് കൈറൽ കാർബൺ ആവാൻ റീസൺ കാരണം എന്താ? ഒന്നാമത്തെ ഇവിടെ CH3 ഗ്രൂപ്പ്, ഇവിടെ OH, ഇവിടെ H, പിന്നെ ഈ ഒരു ഗ്രൂപ്പ്, അല്ലെ? മുകളിലാണെങ്കിലോ രണ്ടാമത്തെ കാർബൺ ആണെങ്കിലോ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ OH, ഇവിടെ CH3, ഈ ഒരു ഗ്രൂപ്പ്. 4 ഗ്രൂപ്പ് ഡിഫറൻറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് കൈറൽ കാർബൺ ആയത്. ഇനി ഇയാളുടെ പ്രത്യേകത എന്താ കാണുമ്പോൾ ഇതിന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എന്റെ ഈ വയറിന്റെ ഇവിടെ അരഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ തലഭാഗം മുകളിൽ, കാൽഭാഗം താഴെ, 2 ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലടാ. ഇവിടെ ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ സെന്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഹാഫ് സെയിം, താഴത്തെ ഹാഫ് സെയിം, അല്ലെ? മുകളിൽ ഹാഫ് സെയിം, താഴത്തെ ഹാഫ് സെയിം. അപ്പൊ ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്. എന്താണ് ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്? ഇയാൾക്ക് എന്താണ് ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടോ? നിങ്ങൾ വിചാരിക്കും 2 കൈറൽ കാർബൺ അല്ലേ? ഇയാൾക്ക് 2 കൈറൽ കാർബൺ ഇല്ലടാ. 2 കൈറൽ കാർബൺ ഉണ്ട്. 2 കൈറൽ കാർബൺ ഉണ്ടായിട്ടും ഇയാൾ എന്തല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ദാറ്റ്സ് ദ പോയിന്റ്. 2 കൈറൽ കാർബൺ ഉണ്ടായിട്ടും അവരെന്തല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇപ്പൊ 2 കൈറൽ കാർബൺ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയില്ല? അത് അടുത്ത ചോദ്യം. 2 കൈറൽ കാർബൺ ഉണ്ടായിട്ടും ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയില്ല, എന്തുകൊണ്ട്? ഇപ്പോഴാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്താണ്? നോക്കണേ. എന്തുകൊണ്ടാണ് 2 കൈറൽ കാർബൺ ഉണ്ടായിട്ടും അവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാനത്? ഇപ്പൊ നിങ്ങൾ പറയണം. ഒന്നാമത്തെ കൈറൽ കാർബൺ ഇല്ലേ, എന്ത് ചെയ്യും? ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഒരു റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു X ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കൈറൽ കാർബൺ എന്ത് ചെയ്യുന്നു? ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ്, അതേ എത്ര ഡിഗ്രി ആണോ മുകളത്തെ ആൾ നിൽക്കുന്നത് അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു X ഡിഗ്രി എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും 2 പേരും എന്ത് ചെയ്യുന്നുണ്ട്? 2 പേരും ഒരാൾ ലെഫ്റ്റിലേക്കും ഒരാൾ റൈറ്റിലേക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? അതിന് ആകെത്തുകയായിട്ട് എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ സെയിം ലൈനിൽ തന്നെ സെയിം ലൈനിൽ ഡീവിയേറ്റ് ചെയ്യാതെ ഡീവിയേഷൻ ഇല്ലാതെ എങ്ങനെയാണോ വന്നത് അതേപോലെ പോകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ
എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണോ ലൈറ്റ് വന്നിരുന്നത് ഇയാൾ ഇങ്ങനെയാണ് വന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകും. കാരണം എന്താ, ഒരാള് റൈറ്റിക്ക് ആക്കുമ്പോൾ മറ്റാൾ ലെഫ്റ്റിക്ക് ആക്കും, കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ. അതായത് നമ്മൾ വിചാരിച്ച പോലെ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ പോയില്ല, രണ്ടും കൂടി കോമ്പൻസേറ്റ് ചെയ്ത് ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അതിനൊരു പോയിന്റ് നമ്മൾ പറയാറുണ്ട്, ദാറ്റ് ഈസ് ഇന്റേണൽ കോമ്പൻസേഷൻ. എന്താ വിളിക്കുക, ഇന്റേണൽ കോമ്പൻസേഷൻ. ഇന്റേണൽ കോമ്പൻസേഷൻ. ഓക്കെ, അതായത് മക്കളെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇപ്പോൾ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ അല്ല, സ്ട്രൈറ്റ് ആയിട്ട് പോകുക, എങ്ങനെയാണോ വന്നത് ഒരു ഡയറക്ഷനിലൂടെ തന്നെ അപ്പൊ പോകുന്നത്. അതിനർത്ഥം എന്താ, അതിനർത്ഥം എന്താ മക്കളെ, അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനർത്ഥം ഈ പറയുന്നത് കോമ്പൗണ്ട് എന്താണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പൊ എക്സാം ചോദിക്കും എന്തുകൊണ്ടാണ് മീസോ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയത്, ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ എന്നാണ് പോയിന്റ്. എന്തുകൊണ്ടാണ് മീസോ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയത്, ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ. ഇന്റേണൽ കോമ്പൻസേഷൻ വഴി എന്തായി, കോമ്പൗണ്ട് എന്തായി മാറി, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയി മാറി. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയി മാറി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് മീസോ കോമ്പൗണ്ടുകൾ. സച്ച് കോമ്പൗണ്ട്സ് ആർ കോൾഡ്, സച്ച് ഇന്റേണൽ കോമ്പൻസേഷൻ വഴി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് സച്ച് കോമ്പൗണ്ട്സ് ആർ കോൾഡ് മീസോ കോമ്പൗണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് പറയട്ടെ. എന്താണ് അടുത്ത പോയിന്റ്, നിങ്ങളുടെ ഇന്റേണൽ കോമ്പൻസേഷൻ വിളിച്ചെന്ന് പറയട്ടെ. ബിക്കോസ് ഇതൊരു കോമ്പൗണ്ട് അല്ലടാ, ഇതൊരു കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരാണ് ഇത് ലെഫ്റ്റ് റൈറ്റ് റൊട്ടേറ്റ് കോമ്പൻസേറ്റ് ചെയ്യിപ്പിച്ചത്, അല്ലാതെ രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകളല്ല. ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ആയതുകൊണ്ടാണ് അത് ഇന്റേണൽ കോമ്പൻസേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം. മനസ്സിലായോ? സെറ്റ് അല്ലേ? തിങ്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി ഞാൻ അടുത്തൊരു കോൺസെപ്റ്റും പറയാം, അത് റെസിമൈസേഷൻ എന്ന കോൺസെപ്റ്റ് ആണ്. റെസിമൈസേഷൻ അതുകൂടി പറഞ്ഞാൽ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ന്യൂക്ലിയർ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, റെസിമൈസേഷൻ എന്താ സംഭവം? റെസിമൈസേഷൻ റെസിമൈസേഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു ബീക്കർ എടുക്കുക. നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിക്കുകയാണ്. നിങ്ങളൊരു ബീക്കർ എടുക്കും, ഒരു ബീക്കർ എടുക്കുന്നു. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബീക്കറാണ്. അതേപോലെ തന്നെ മക്കളെ സിമ്പിളായി മനസ്സിലാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്, എങ്ങനെയൊക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെറ്റ്സ് സേ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ബീക്കറിനകത്ത് ഞാൻ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുന്നു. എ എന്ന് പറയുന്ന കോമ്പൗണ്ട്. രണ്ടാമത്തെ ബീക്കറിനകത്ത് എന്താണ്, ഒരു ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കും. എ എന്ന് പറയുന്ന കോമ്പൗണ്ട് 15% ആണ്. മൊത്തം ബീക്കറിന്റെ 50% എന്താണ്, എ എന്ന കോമ്പൗണ്ട് ആണ്. അതേപോലെ തന്നെ ബി എന്ന കോമ്പൗണ്ട് എന്താണ്, മൊത്തത്തിന്റെ 50%. ഇതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. 50% രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി ഈ എ എന്നൊരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് ഞാൻ പറയുന്നു. ആ ചങ്ങായിക്ക് എന്നുള്ള കഴിവുണ്ട്, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്, പ്ലെയിൻ പോളറൈസ്ഡ്. അതിന്റെ അർത്ഥം അയാൾ എന്താണ്, എൽ ഐസോമർ ആണ്. എൽ ഐസോമർ ആണ് ഇയാൾ, എൽ ഐസോമർ. ഇതേപോലത്തെ സെയിം ആയിട്ടുള്ള ഒരാളാണ് അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത്, എവിടെ, ബിയിലും. പക്ഷെ ബിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ അതേപോലത്തെ ആളാണ് ഐസോമർ ഒക്കെ സംഭവിച്ചു, പക്ഷെ അയാൾ റൈറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക, വിച്ച് മീൻസ് അവൻ ഡി ഐസോമർ ആണ്, ഡി ആണ്. ഇയാൾ എല്ലാണ്, മറ്റാൾ ഡി ആണ്. ഒരാൾ എല്ലാണ്, മറ്റാൾ ഡി ആണ്. ഓക്കെ, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ സെയിം ആയ കോമ്പൗണ്ട് ആണ്, ഒരാൾ എ ആണ്, മറ്റാൾ ബി ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇയാൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കൂലേ. നോക്കിക്കേ, ഈ ചങ്ങായി എന്താ ചെയ്യാം മക്കളെ, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കാണിക്കുന്നു, ഇയാൾ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. ഇനി ബി എന്ത് ചെയ്യും, അതേപോലെ തന്നെ എന്ത് ചെയ്യും, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കൂലേ, റൈറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും മക്കളെ, ലൈറ്റ് എങ്ങനെയാണോ വന്നത് ലൈറ്റ് അങ്ങനെ തന്നെ പോകും. നോ ഡീവിയേഷൻ. എന്തില്ലടാ, ലൈറ്റിന്റെ ഡീവിയേഷൻ, നോ ഡീവിയേഷൻ. എന്തില്ലടാ, നോ ഡീവിയേഷൻ. ലൈറ്റ് എന്ത് ചെയ്യും, ലൈറ്റ് സ്ട്രൈറ്റ് നേരെ പോകും. ലൈറ്റ് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പോകും. ലൈറ്റ് നേരെ പോകും അല്ലെ. അപ്പൊ ലൈറ്റിനെ വലത്തോട്ട് തിരിക്കുന്ന ആരാണ്, ബി ലൈറ്റിന് വലത്തോട്ട് തിരിച്ചു. എ എന്ത് ലൈറ്റിനെ ഇടത്തോട്ട് തിരിച്ചു, ഒരു സെയിം ആംഗിൾ. അപ്പൊ എന്ത് സ്വാഭാവികമായിട്ടും രണ്ടിന്റെയും കോമ്പൻസേഷൻ മൂലം, രണ്ടിന്റെയും നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് നേരെ പോകാന്നുള്ളതാണ്, നേരെ പോകാന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകളാണ് ഇത് രണ്ടും. രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകളാണ്, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ. നിങ്ങൾ എഴുതി നോക്കണം, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ ആണെങ്കിൽ, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ ആണെങ്കിൽ, അങ്ങനെ നമ്മൾ നെറ്റ് ഇഫക്റ്റ് ഇല്ലാതാക്കുകയാണെങ്കിൽ, അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആക്കാതെ സ്ട്രൈറ്റ് ആക്കി മാറ്റി, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാക്കി മാറ്റുകയും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. എക്സ്റ്റേണൽ കോമ്പൻസേഷൻ അതുമൂലം എന്താണ് മക്കളെ, എക്സ്റ്റേണൽ കോമ്പൻസേഷൻ മൂലം എന്താണ്, ഈ പറഞ്ഞ ആൾ എന്താണ്, ബിക്കംസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആകും. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയി. ഇപ്പൊ റെസിമൈസേഷനിൽ എന്താ പ്രത്യേകത, ഈക്വൽ എന്താണ് മെഷർമെന്റിൽ എന്ത് ചെയ്തു, രണ്ടാൾക്കാർ ആഡ് ചെയ്തു, രണ്ട് മിക്സറുകൾ ആഡ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, റെസിമൈസേഷൻ മൂലം എന്ത് ചെയ്തു, ഒരാളുടെയും മറ്റൊരാളുടെയും എഫക്ട് മൂലം പ്ലെയിൻ പോളറൈസ്ഡിന് യാതൊരു എഫക്റ്റും ഉണ്ടാവാതെ പോകുന്നു. അപ്പം സ്വാഭാവികം ഒപ്റ്റിക്കൽ ഇനാക്റ്റീവ് ആകുന്നു.
ഇനീഷ്യൽ കേസിൽ എ എന്തായിരുന്നു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരുന്നു, ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്, രണ്ടും മിക്സ് ചെയ്തപ്പോൾ അവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് മാറി. അപ്പം ആ മിക്സ്ചർ വിളിക്കുന്ന പേരെന്താ? ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് പറഞ്ഞേ ആ മിക്സ്ചർ വിളിക്കുന്ന പേരാണെന്ത്? മിക്സ്ചർ ഈസ് കോൾഡ് റസമിക് മിക്സ്ചർ. എന്താ വിളിക്കുക? റസമിക് മിക്സ്ചർ എന്ന് വിളിക്കും. റസമിക് മിക്സ്ചർ എന്ന് വിളിക്കും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മിക്സിംഗ് പ്രോസസ് വിളിക്കുന്ന പേരാണ് റസിമൈസേഷൻ എന്ന് വിളിക്കും. റസിമൈസേഷൻ. ഇതാണ് കോൺസെപ്റ്റ്. എല്ലാവരും നോക്കിയേ. റെസിമൈസേഷൻ എന്താ പ്രത്യേകത? റെസിമൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകളാണ്. ഒരു കോമ്പൗണ്ട് ഫ്ലെക്സോ റൊട്ടേറ്റഡ് ആണ്, മറ്റേ കോമ്പൗണ്ട് ലീവർ റൊട്ടേറ്റഡ്. രണ്ടിന്റെയും നെറ്റ് ഇഫക്റ്റ് മൂലം ആ കോമ്പൗണ്ട് എന്തായി മാറും? ആ ഒരു റെസിൻ മിക്സർ എന്തായി മാറും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയി മാറും. മനസ്സിലായിട്ടുണ്ട് മക്കളെ? മനസ്സിലായോ? ദാറ്റ്സ് എ തിങ്. റെഡി അല്ലേ? അതെന്തുകൊണ്ട്? രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിനെ വിളിക്കുന്നത് എക്സ്റ്റേണൽ കോമ്പൗണ്ട്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എക്സാമിന്, ഈ റെസിമിക് മിക്സ്ചർ ആൻഡ് മീസോ കോമ്പൗണ്ട് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? റെസിമിക് മിക്സ്ചർ ഈസ് ഡ്യൂ ടു external compensation and meso component is due to internal compensation. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, മീസോ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മീസോ കോമ്പൗണ്ടും അതേപോലെ റെസിമിക് മിക്സ്ചറും എന്താണ്? ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ആൻഡ് അനൻഷോമറും അതേപോലെ തന്നെ ഡയാസ്റ്റീരിയമർ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഇത്രയുമാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ണോടിച്ച് പോവാം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് റിവൈസ് ചെയ്യാം. എല്ലാവരും എന്റെ കൂടെ ഒന്ന് റിവൈസ് ചെയ്തേ. എല്ലാവരും ഉഷാറായിട്ട് റിവൈസ് ചെയ്തേന്ന്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കിക്കുക. എല്ലാവരും ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും അറിഞ്ഞ ടെർമിനോളജി ഒന്ന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. മെയിൻ പോളേഴ്സ് ലൈറ്റിനെ ലെഫ്റ്റിക്കോ റൈറ്റിക്കോ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്റ്റോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ലീവർ റൊട്ടേറ്ററി എന്ന് വിളിക്കുന്നു. എക്സ്റ്റോ റൊട്ടേറ്ററി റൈറ്റിക്കാണ്, ലീവർ റൊട്ടേറ്ററി ലെഫ്റ്റിക്കാണ്. ഇനി എന്താണ് ക്രൈറ്റീരിയ ഫോർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? അത് അസിമെട്രി ഉണ്ടാവുക എന്നുള്ളതാണ്. അസിമെട്രി കോമ്പൗണ്ട് ആണെങ്കിൽ അതെന്താണ്? എന്താ പറയാ, നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ് എന്നാണ് പറയാ. അസിമെട്രി ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് എന്ത്? കൈറാലിറ്റി. കൈറാലിറ്റി ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? കൈറൽ കാർബൺ വേണം. എന്താണ് കൈറൽ കാർബൺ? 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളുള്ള കാർബണിന്റെ വാലൻസ് 4 അല്ലേ? ആ 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളും 4 ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നത് കൈറൽ കാർബൺ എന്ന് വിളിക്കുന്നു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ നോക്കുന്ന സമയത്ത് എനൻഷോമർ ഉണ്ട്. എന്താണ് എനൻഷോമർ എന്ന് പറഞ്ഞാൽ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയ മിറർ ഇമേജ് വിളിക്കുന്ന പേരാണ് എനൻഷോമർ എന്ന് പറയുന്നത്. റെഡിയല്ലടാ? അയാൾ എന്താ? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ശരിയല്ലേ? ഇനി ഒന്നാമത്തെ ആള് ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റാൾ എന്തായിരിക്കും? ലീവോ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ഡെക്സ്ട്രോ ആണ്, മറ്റാൾ എന്തായാലും ലീവോ ആയിരിക്കും. ഇനി ഡയാസ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ രണ്ടാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടുപേരും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത്. ഇനി മിസോ കോമ്പൗണ്ട് എന്താ? മിസോ കോമ്പൗണ്ട് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്, 2 കൈറൽ കാർബൺ ഉണ്ടായിട്ട് മക്കൾ നോക്കിയേ, ഇവിടെ 2 കൈറൽ കാർബൺ ഉണ്ട്. കൈറൽ കാർബൺ ഇസ് നോട്ട് എന്താണ്? കൈറൽ കാർബൺ ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ത്? അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്നുള്ളത്. ബിക്കോസ് അതിന്റെ എക്സാമ്പിൾ ആണ് മിസോ കോമ്പൗണ്ട്. ഇവിടെ എന്തുണ്ട്? കൈറൽ കാർബൺ ഉണ്ട്. എത്ര കൈറൽ കാർബൺ ഉണ്ട്? 2 കൈറൽ കാർബൺ ഉണ്ട്. എന്നിട്ടും നേരെ എന്തല്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. റീസൺ ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ. ഇനി അടുത്ത പോയിന്റ് എന്താ മക്കളെ? അടുത്ത കാര്യം റെസിമൈസേഷൻ ആണ്. റെസിമൈസേഷൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറെന്റ് കോമ്പൗണ്ടുകളാണ്. ആ കോമ്പൗണ്ടുകൾ ഇനീഷ്യലി എന്തായിരുന്നു? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അവരെ മിക്സ് ചെയ്ത് വരാൻ വിളിക്കുന്ന പേരാണ് റെസിമൈസേഷൻ വിളിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന മിക്സർ വിളിക്കുന്ന പേരാണ് റെസിമി മിക്സർ എന്ന് വിളിക്കുന്നു. ആ കിട്ടുന്ന റെസിമി മിക്സർ എന്തല്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. റീസൺ ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. മക്കളെ മനസ്സിലായിട്ടില്ല മക്കളെ? എല്ലാം ഓക്കെ അല്ലടാ? ഇത്രയുമാണ് കാര്യങ്ങൾ. ഇത്രയുമാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് ആയി വിചാരിക്കുന്നു. മക്കളെ നമുക്ക് ഇനി പറയാനുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്താണ്? SN റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ SN റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ഷോർട്ടാക്കി എങ്ങനെ കൊടുക്കുക? SN റിയാക്ഷൻ എന്ന് വിളിക്കും. SN റിയാക്ഷൻ. ഇത് 2 തരത്തിലുണ്ട് മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കണം. 2 തരത്തിലുണ്ട്. SN1 റിയാക്ഷനും ഉണ്ട്. അതേപോലെ SN2 റിയാക്ഷനും ഉണ്ട്. ആരൊക്കെയുണ്ട്? SN1 ഉണ്ട്, SN2 ഉണ്ട്. ഇനി എന്താണ് പരിപാടി? പരിപാടി എന്ന് അത്രേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണം. ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ആഡ് ചെയ്യുന്നു. ന്യൂക്ലിയോ ഫൈലിനെ ആഡ് ചെയ്യുന്നു. അപ്പം സംഭവിക്കും, ഈ ഹാലജൻ ഗ്രൂപ്പ് അങ്ങ് പോയിട്ട് ആര് കയറിയിരിക്കും? ഈ ന്യൂക്ലിയോഫിൽ അവിടെ കയറിയിരിക്കും. അപ്പൊ എന്ത് ഫോം ചെയ്യും മക്കളെ? RNU ഫോം ചെയ്യും. ആര് പുറത്തോട്ട് പോകും? X പുറത്തോട്ട് പോകും. എക്സ്പാൻസർ പുറത്തോട്ട് പോകും. റെഡി അല്ലേ? ഇനി ഏത് അല്ലെങ്കിൽ ഏത് SN1 നടക്കണോ SN2 നടക്കണോ ആരാ തീരുമാനിക്കുക? ബേസ്ഡ് ഓൺ ആൽക്കൈൽ ഗ്രൂപ്പ് ആണത്. ആരാ തീരുമാനിക്കുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് തീരുമാനിക്കുക. ഈ R ഗ്രൂപ്പ് ആണ് തീരുമാനിക്കുക. മക്കൾ നോക്കിക്കേ, ഈ R ഗ്രൂപ്പ് ആണ് തീരുമാനിക്കുക. ഈ R ഗ്രൂപ്പ്, അതായത് ഏത് ഈ ആൽക്കൈൽ, ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് കേട്ടോ. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള ആര് വേണം, SN1 വേണോ SN2 വേണോ എന്ന് തീരുമാനിക്കാനാണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബേസ്ഡ് ഓൺ ആൽക്കൈൽ ഗ്രൂപ്പ്. ബേസ്ഡ് ഓൺ മക്കളെ പറഞ്ഞേ. ബേസ്ഡ് ഓൺ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് ഇത് തീരുമാനിക്കുന്നത് മക്കളെ. എന്ത് തീരുമാനിക്കുന്നത്? SN1 ആണോ അല്ലെങ്കിൽ SN2 ആണോ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? സെറ്റ് അല്ലേ? ഇനി നിങ്ങൾ
പണ്ട് സ്കൂളിൽ ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 10ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. റൈറ്റ് ഇക്വേഷൻ, അതായത് A+B ഗീവ്സ് C അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കും. ഇതിന് റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? റേറ്റ് ഇക്വേഷൻ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് നമ്മൾ എഴുതാറുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മൾ പറയാണ് ഇവിടെ റേറ്റ് ഡിപ്പെൻഡ് ആണ്. ഞാൻ പറയാണ് റേറ്റ്, അതായത് റിയാക്ഷന്റെ വേഗത ഡിപ്പെൻഡ് ഓൺ, അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇല്ലടാ, ആ റിയാക്ഷന്റെ വേഗത ഡിപ്പെൻഡ്, റേറ്റ് എന്ന് പറഞ്ഞാൽ വേഗതയാണ്. റേറ്റ് ഇസ് ഡിപ്പെൻഡ് ഓൺ എന്താണ് മക്കൾ? ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ആൽക്കൈൽ ഹാലൈഡും അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ന്യൂക്ലിയോഫൈലും ആണെന്ന് പറയാണ്. ഞാൻ പറയാണ് ഒരു റിയാക്ഷന്റെ വേഗത ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ആൽക്കൈൽ ഹാലൈഡും കോൺസെൻട്രേഷൻ ന്യൂക്ലിയോഫൈലും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ആ റിയാക്ഷൻ ആണെന്ത്? SN2 മെക്കാനിസം അല്ലെങ്കിൽ SN2 റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അതായത് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു റിയാക്ഷന് SN1 ആണ് SN2 ആണെങ്കിൽ നോക്കുന്നത്, അതായത് അതിന്റെ അകത്തുള്ള ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷനും അതിന്റെ അകത്തുള്ള ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെയും റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഏത് മെക്കാനിസം ആണ്? SN2 മെക്കാനിസം ആണ്, അല്ലെങ്കിൽ SN2 റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് SN2 എന്ന് വരുന്നത്. അതായത് S എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, എന്താ? ന്യൂക്ലിയോഫിലിക് ആണ്. 2 എന്താ? 2 എന്ന് പറയുന്നത് എന്താണ്? അതായത് അതിന്റെ അർത്ഥം ബൈമോളിക്കുലാർ എന്നുള്ളതാണ്. ബൈമോളിക്കുലാർ. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിനെ കൊടുക്കുക നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ എന്ന് വിളിക്കാം. ബൈമോളിക്കുലാർ. അതാണിത് SN2 എന്ന് പറഞ്ഞാൽ. അതാണ് SN2 എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ റിയാക്ഷൻ ഈസ് നോൺ ആസ് SN2 റിയാക്ഷൻ. അർത്ഥം ഇത്രയും മക്കളെ, കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. എന്താണ് കോൺസെപ്റ്റ്? ഓർത്തിരിക്കുക. എന്താ കോൺസെപ്റ്റ്? അതായത് റേറ്റ് ഈസ് SN2 ആണെങ്കിൽ റേറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ബോത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ബോത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ചോദിക്കാറുണ്ട്. ഓക്കെ, ഡിപ്പെൻഡ് ഓൺ രണ്ട് റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതാണ്? SN2 ആണോ SN1 ആണോ? SN2 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താ മക്കളെ? അടുത്തത് എന്താണ്? SN1 ആണെങ്കിൽ, ഇത് SN2 ന്റെ കാര്യമാണ് പറഞ്ഞത്. SN1 ആണെങ്കിൽ പ്രത്യേകത റേറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ് ഓൺ എന്താണ് മക്കളെ? റേറ്റ് ഓൺലി ഡിപ്പെൻഡ് ഓൺ എന്താണ്? ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ന്യൂക്ലിയോഫൈൽ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് വേറെന്താണ്? ദാറ്റ് ഈസ് യൂണിമോളിക്കുലർ ആണ്. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരിക മക്കളെ? യൂണിമോളിക്കുലർ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ റിയാക്ഷൻ, അത് SN1 റിയാക്ഷൻ. ഇതാണ് ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയി തുടങ്ങുകയാണ്. ഇനി നിങ്ങൾ 2 ടേബിൾ കോളം വെക്കണം. ഇങ്ങനെ പഠിക്കുമ്പോൾ ഡിഫറൻസ് വെച്ച് പഠിക്കുക. നിങ്ങൾക്ക് അത് മതി, നീറ്റ് എക്സാം അത് മതി. കോൺസെപ്റ്റ് ഓരോന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? ആ പോയിന്റ്സ് ഫില്ല് ചെയ്ത് പോവാണ് ചെയ്യുക. സോ എന്താണ് കോൺസെപ്റ്റ് നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, എന്റെ കൂടെ നോക്കിക്കേ. SN1 ആൻഡ് SN2 ഡിഫറൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഓരോന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. നിങ്ങൾ എന്റെ കൂടെ അങ്ങ് പഠിച്ചു പോയാൽ മതി, ഒരു ടെൻഷനും വേണ്ട. സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവാം. അതായത് മക്കളെ, ഞാൻ പറയുന്ന കാര്യം എന്താ? ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ്, ഇന്റർമീഡിയറ്റ് ആരാണ്? SN1 ഇന്റർമീഡിയറ്റ് ആരാണ്? ആര്? അപ്പൊ നിങ്ങൾ പറയണം ദാറ്റ് ഈസ് കാർബോകാറ്റോൺ. ആരാണ്? കാർബോകാറ്റോൺ. അപ്പൊ SN1 ഇന്റർമീഡിയറ്റ് ആരാന്ന് വെച്ചാൽ പറയുന്നത് കാർബോകാറ്റോൺ ആണ്. അങ്ങനെ ഞാൻ പറയുന്നു, ഇവിടെ SN2 ഇന്റർമീഡിയറ്റ് ഉണ്ടോ? SN2 എന്തില്ല? ഇന്റർമീഡിയറ്റ് ഇല്ല. സോ നോ ഇന്റർമീഡിയറ്റ്. ആരില്ല? ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരുമില്ല. SN2 ആരില്ല, ഇന്റർമീഡിയറ്റ് ആരുമില്ല. ഇനി അടുത്ത പോയിന്റ്, സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് SN1 എന്ന് പറഞ്ഞാല്. ഉണ്ടായതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഹാലൈഡ് ആദ്യം എന്താ? ഇന്റർമീഡിയറ്റ് ആവും, എന്നിട്ടാണ് പ്രൊഡക്റ്റ് ആവുക. ആൽക്കൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫൈൽ റിയാക്ട് ചെയ്ത് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും, എന്നിട്ടാണ് എന്താ? പ്രൊഡക്റ്റ് ആവുക. സോ അതിനർത്ഥം 2 സ്റ്റെപ്പ് പ്രോസസ് അല്ലേ ആണ്. അപ്പൊ 2 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എത്രയാ മക്കളെ? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവും. സ്റ്റെപ്പ് 2. ഇവിടെ ആണെങ്കിലോ 1 സ്റ്റെപ്പ് ആണ്. എന്താണ്? ഒരു സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 സ്റ്റെപ്പ് ആണ്. എന്താണ്? 2 സ്റ്റെപ്പ് ആണ്. അപ്പൊ SN1 എന്താ? 2 സ്റ്റെപ്പ്, കാരണം ഇന്റർമീഡിയറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. ഇനി SN2 ആണെങ്കിൽ എന്താ? സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. അല്ലേ മക്കൾ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഒരു മിനിറ്റ് ഇടാ, ഒന്ന് റെഡി ആക്കിയാലേ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ഫൈൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ? റേറ്റ്, വേഗത. റിയാക്ഷന്റെ വേഗത ആണ് തീരുമാനിക്കുന്നത്. റിയാക്ഷന്റെ വേഗത ഇന്റർമീഡിയറ്റ് കാർബോകാറ്റോൺ അല്ലേ? ആണ്. എവിടെ? SN1. സോ അതിന്റെ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റോൺ ആയതുകൊണ്ട് തന്നെ കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വേഗത തീരുമാനിക്കുക. അതായത് ഏറ്റവും സ്റ്റേബിൾ ആയ കാർബോകാറ്റോൺ ഏതാണോ അവനായിരിക്കും എന്തുണ്ടാവും മക്കളെ? മോർ റിയാക്റ്റീവ്, അല്ലെങ്കിൽ മോർ റേറ്റ് ഉണ്ടാവും, വേഗത കൂടുതൽ ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു പ്രധാന പോയിന്റ്, ഒരു അഡീഷണൽ ഓർത്തിരുന്നാൽ മതി. കാർബോകാറ്റോൺ ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. കാർബോകാറ്റോൺ ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. സോ റേറ്റിന്റെ വേഗത തീരുമാനിക്കുന്ന ആരാണ്? കാർബോകാറ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം
നിങ്ങൾ ഓൾറെഡി ഞാൻ പഠിച്ചാണ് റേറ്റ് എന്താണ്, റേറ്റിന്റെ വേഗത എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ. കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്, ബെൻസൈലിനാണ്, പിന്നെ ആർക്കാണ്, അലൈനിലാണ്, പിന്നെ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി. അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം റേറ്റ് എന്താണ് മക്കളെ, ബെൻസൈൻ ഏറ്റവും കൂടുതൽ, പിന്നെ അലൈനിന്, പിന്നെ ടെർഷറിക്ക്, പിന്നെ സെക്കൻഡറിക്ക്, പിന്നെ പ്രൈമറിക്ക്. ഒരു പോയിന്റ് ഓർത്ത് വെക്കണം മക്കളെ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്ന സ്റ്റെപ്പാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് സ്റ്റെബിലിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഉണ്ടാവുന്ന സംഭവം എന്താണ്, കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിട്ടാണല്ലോ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം റേറ്റിൽ തീരുമാനിക്കുന്ന സ്റ്റെപ്പ് ഏതാ, കാർബോഹൈഡ്രേറ്റ് സ്റ്റെപ്പ് അല്ലേ? അതിലെ സ്റ്റെബിലിറ്റി നോക്കിയിട്ടായിരിക്കും ഇവിടെ റേറ്റ് തീരുമാനിക്കുക. യെസ്, പെട്ടെന്ന് ഉണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്, സ്റ്റേബിൾ ആയ കാർബോഹൈഡ്രേറ്റ്, അതായത് ടെർഷറി കാർബോഹൈഡ്രേറ്റ് മോർ സ്റ്റേബിൾ, റിയാക്ട് റേറ്റ് കൂടുതലായിരിക്കും. ദാറ്റ്സ് എ തിങ്. റെഡി അല്ലേ? റെഡി, അത്രയും മതി. ഇനി മക്കളെ അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന SN2-ലാണെങ്കിലോ മക്കളെ അവിടെ പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, സെക്കൻഡറി ആൻഡ് ടെർഷറി. ഓക്കെ അല്ലേ? പ്രൈമറി നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി. റെഡി അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു SN1 മെക്കാനിസം എവിടെ നടക്കുന്നുണ്ടാവുക, അത് പോളാർ പോർട്ടിക് സോൾവെന്റ്, അതായത് അത് നടക്കുന്നത് ഏതാണ്, ഇത് മീഡിയത്തിൽ വെച്ചത് പോളാർ പോർട്ടിക് സോൾവെന്റ് നടക്കുന്നുണ്ടാവുക. പോളാർ പോർട്ടിക് സോൾവെന്റിൽ നിങ്ങളെ SN1 നടക്കുന്നത് എവിടെയാണ്, പോളാർ പോർട്ടിക് സോൾവെന്റിലാണ് നടക്കുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് നമ്മുടെ SN2 മെക്കാനിസം നടക്കുന്നത് എവിടെയാണ്, ഒരു പോളാർ അഫ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കും. അതാണ് അഫ്രോട്ടിക് സോൾവെന്റിൽ. സോ ഫ്രോട്ടിക് സോൾവെന്റിലാണ് എന്ത് നടക്കുന്നത്, SN1 നടക്കുന്നതെങ്കിൽ അഫ്രോട്ടിക് സോൾവെന്റിലാണ് ആരെടുക്കുന്നത്, SN2 നടക്കുന്നത്. മനസ്സിലായ മക്കളെ? ഓക്കെ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി അത് തിയററ്റിക്കലായി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മക്കളെ, റെസിമൈസേഷൻ നടക്കും ഇവിടെ SN1-ൽ. റെസിമൈസേഷൻ എന്ന് പറഞ്ഞാൽ റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യും. റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യും. റെസിമൈസേഷൻ നടക്കും ഇവിടെ. ഈ പറഞ്ഞിരിക്കുന്ന എക്സാം ചോദിക്കും, SN1-നാണ് SN2-നാണ് റെസിമൈസേഷൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പറയും SN1-നാണ്. SN2-ന് അപ്പൊ എന്താ ഉണ്ടാവുക, SN2 ഉണ്ടാവുക ഇൻവേർഷൻ ഓഫ് എന്താണ്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ തലതിരിയും. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പൊ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. മെക്കാനിസം പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് എന്ത് ചെയ്യും, ഈ 2 പോയിന്റും ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്ന അവസാനം ക്ലിയർ ആക്കി തരും. ഏത് 2 പോയിന്റ്, ഈ റെസിമൈസേഷൻ എന്ത്, അതുപോലെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റെഡിയാക്കി തരും. അപ്പൊ നോക്കിയേ 5 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. 5 പോയിന്റുകൾ, 5 പോയിന്റുകൾ മതി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ. എന്തൊക്കെ 5 പോയിന്റുകൾ നോക്കിക്കേ, എല്ലാ കുട്ടികളും നോക്കിക്കേടാ, എല്ലാവരും നോക്കൂ. ഇതാ എന്താണ് 5 SN1 SN2 ഡിഫറൻസ്. ഇന്റർമീഡിയറ്റ് എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ് ഫോർ SN1. ഇന്റർമീഡിയറ്റ് ആണില്ല. അടുത്തത് എന്താണ്, നെക്സ്റ്റ് 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് SN1 എങ്കിൽ, 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് SN2. അടുത്തത് എന്താണ്, അതിന്റെ വേഗത തീരുമാനിക്കുന്ന സ്റ്റെപ്പ് ഏതാണ്, കാർബോഹൈഡ്രേറ്റ് സ്റ്റെപ്പാണ് ഈ SN1-ൽ. സോ കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി ഓർഡർ എഴുതിയാൽ മതി. എന്താണ്, ബെൻസൈൽ ഏറ്റവും കൂടുതൽ, പിന്നെ അലൈല്, പിന്നെ ടെർഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഇതിലാണെങ്കിൽ നേരെ തിരിച്ചു ഉൾട്ട എന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആണ് SN2-ൽ. പിന്നെ പോളാർ പോർട്ടിക് സോൾവെന്റിനാണ് നടക്കുക, SN1 നടക്കുക. പ്രോട്ടിക് സോൾവെന്റിനാണ് നടക്കുക, SN2 നടക്കുക. പിന്നെ റെസിമൈസേഷൻ ആയിരിക്കും പ്രൊഡക്റ്റ്, റെസിമൈസേഷൻ എൻഡിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഒക്കെ എന്തുണ്ടാവുക, SN2-ൽ ഉണ്ടായിരിക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി മെക്കാനിസം പറയാൻ പോകണം, അത് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ SN2 ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. SN2 എല്ലാവരും എന്റെ കൂടെ വേണം. ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങൊന്നും ചെയ്യരുത്. എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കുക. നോക്ക്. ഞാനിപ്പം ഇവിടെ വരയ്ക്കുന്നത് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഒരു ആൽക്കൈൽ ഹാലൈഡ് CH3Cl എന്ന് വിചാരിക്കാം. ഇവിടെ CH3Cl എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്, ന്യൂക്ലിയർ ഫൈൽ ആഡ് ചെയ്യാൻ പോകും. ന്യൂക്ലിയർ ഫൈൽ സെപ്പറേഷൻ നടത്താൻ പോവാണ്. ന്യൂക്ലിയർ ഫൈൽ ആഡ് ചെയ്യുന്നു. ഇപ്പൊ നടക്കുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അല്ലേ, ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. റെഡി. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കേ, ന്യൂക്ലിയർ ഫൈൽ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം, ന്യൂക്ലിയർ ഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് പിറകിലൂടെ ആയിരിക്കും, അതായത് ബാക്കിൽ കൂടെ ആയിരിക്കും. അപ്പൊ ന്യൂക്ലിയർ ഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാ മക്കളെ, ന്യൂക്ലിയർ ഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, പിറകിലൂടെയാണ്, ബാക്കിലൂടെയാണ്. എങ്ങനെയാണ്, ബാക്കിലൂടെ. അതായത് ന്യൂക്ലിയർ ഫൈൽ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യും. കണ്ടോ, ബാക്കിലൂടെയാണ് എന്ത് ചെയ്യുക, ബാക്കിലൂടെ അറ്റാക്ക് വരുന്നത്. അപ്പം അപ്പം കാരണം അതിന്റെ റീസൺ എന്താ, ബിക്കോസ് ഇവിടെ ഈ ഹൈഡ്രജൻ ഒക്കെ എന്താണ്, ഇത് ചെറുതല്ലേ, ചെറിയ കുഞ്ഞ് ഹൈഡ്രജൻ അല്ലേടാ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും ആർക്ക്, ന്യൂക്ലിയർ ഫൈൽ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇടയിൽ കൂടി ബാക്കിലൂടെ ഒന്ന് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അറ്റാക്ക് ചെയ്തു. അപ്പൊ അറ്റാക്ക് ചെയ്ത സമയം തന്നെ SN2 മെക്കാനിസം അല്ലേ, ഒരു സിംഗിൾ സ്റ്റെപ്പ്, ഇന്റർമീഡിയറ്റ് ഒന്നുമില്ല, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കുക, അറ്റാക്ക് ചെയ്തോട് കൂടി എന്ത് ചെയ്യും മക്കളെ, അറ്റാക്ക് ചെയ്തോട് കൂടി എന്ത് സംഭവിക്കും, അതായത് നോക്കിയേ, എല്ലാവരും നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, ഈ OH എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന OH എന്ത് ചെയ്യും, ബാക്കിൽ നിന്ന് അറ്റാച്ച് ചെയ്യും.
അതേപോലെ ഇവിടെ തന്നെ ക്ലോറിൻ എന്ത് ചെയ്യും? മെല്ലെ പൊട്ടി പുറത്തോട്ട് പോകും. ക്ലോറിൻ പുറത്തോട്ട് പോകും. ആ ക്ലോറിൻ എന്ത് ചെയ്യും? ഇങ്ങനെ പുറത്തോട്ട് പോവാണ്. ക്ലോറിൻ പുറത്തോട്ട് പോകുന്നു. ഇനി ബാക്കിയുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യും മക്കളെ? ബാക്കിയുള്ള ഹൈഡ്രജൻ മുകളിൽ ഉണ്ടാകും. മറ്റേ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാകും. അടുത്ത ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാകും. മക്കളെ മനസ്സിലായോ? മനസ്സിലായോ? റെഡിയല്ലേ? റെഡിയല്ലേ? ഇനി എന്ത് സംഭവിക്കുക? ഇനി എന്ത് ചെയ്യും മക്കളെ? അവസാനം ഫൈനലി ക്ലോറിൻ മൊത്തം പോകും. ക്ലോറിൻ മൊത്തം പോകും. അപ്പൊ ക്ലോറിൻ മൊത്തം പോകുമ്പോൾ എന്താവും? കാർബൺ, അപ്പം ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ആരുണ്ടാവും? OH ഉണ്ടാവും. പിറകിൽ ആര് വന്നു നിന്നു? OH വന്നിരുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ. ഇനി നിങ്ങൾ നോക്കിക്കേ. ഇത് ഒപ്റ്റിക്കലി ഇത് ഒപ്റ്റിക്കലി എന്താണ്? ആക്റ്റീവ് ആണോ? ഇനാക്റ്റീവ് ആണോ? ഒരു മിനിറ്റ് നോക്കിക്കേ. ഒരു മിനിറ്റ്. അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ ഈ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. SN2 അല്ലടാ. SN2 ആണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നത് റൈറ്റ് സൈഡിലായിരുന്നു Cl ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ? റൈറ്റ് സൈഡിൽ അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ്. ഈ ഭാഗത്ത് OH വരുന്നത് വിചാരിക്കും. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ എന്താ ഉണ്ടായത്? എക്സ്ട്രാ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് എന്തുണ്ടായത്? OH ഉണ്ടായത്. അതാണ് എന്ത്? ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു കാര്യം ചോദിക്കട്ടെ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഞാൻ പറയാണ് ഇവൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് വിചാരിക്കും. ലെറ്റ്സ് സേ ഇതിപ്പോ ഞാനിപ്പോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ 3 സെയിം ആളാ. ഹൈഡ്രജനാ. അത് 4 ഡിഫറന്റ് ഗ്രൂപ്പ് ആണ് മാത്രം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുള്ളൂ. ഇവിടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. നിങ്ങൾ വിചാരിക്കുക എന്ത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിക്കാം നിങ്ങൾക്ക്. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് നിങ്ങളോട്. കാർബൺ, ക്ലോറിൻ ഇതൊരു എ ആണെന്ന് വിചാരിക്കും. ഇതൊരു ലെറ്റ്സ് സേ ഇതൊരു എ ആണെന്ന് വിചാരിക്കും. ഇത് എ ആണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് വിചാരിക്കും. ഇയാൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ നമ്മുടെ SN2 മെക്കാനിസം വിധേയമാകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ OH വന്ന് പിറകിലൂടെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യും? തിരിഞ്ഞിരിക്കുന്നു. കുട തിരിച്ച മാതിരി. ഇപ്പൊ നമ്മുടെ കുടയില്ല. കുട ഇങ്ങനെ തിരിയാറില്ല. അതുപോലെ തിരിഞ്ഞിരിക്കുന്നു. അതേപോലെ തിരിഞ്ഞു. മൊത്തം തിരിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ? അപ്പൊ കാർബൺ ഇങ്ങനെ തിരിഞ്ഞു. കാർബൺ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ വന്ന് OH കയറിയിരിക്കുന്നു. ഓക്കെ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ മക്കൾ എന്താ പ്രത്യേകത? ഇയാൾ ഡി ആണെന്ന് വിചാരിക്കും. ഇയാൾ വലത്തോട് പ്ലെയിൻ പോളസിനെ തിരിക്കാൻ കഴിവുള്ള ആളാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ലീവോ ആയിരിക്കും. വിച്ച് മീൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ടെക്സ്റ്റോ എന്തായി മാറും? ലീവോ ആയി മാറും. ലീവോ ആയി മാറും. അപ്പൊ അതിനർത്ഥം ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണെങ്കിൽ SN2 റിയാക്ഷൻ പങ്കെടുക്കുകയാണെങ്കിൽ SN2 റിയാക്ഷൻ അണ്ടർഗോ ചെയ്താൽ എന്ത് ചെയ്യും? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണെങ്കിൽ അവൻ SN2 റിയാക്ഷൻ അണ്ടർഗോ ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ് അവൻ SN2 റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ഡെക്സ്ട്രോ ബിക്കംസ് ലീവോ. ഡെക്സ്ട്രോ എന്തായി മാറും? ലീവോ ആയി മാറും. ലീവോ എന്തായി മാറും? ലീവോ ബിക്കം ഡെക്സ്ട്രോ. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണെങ്കിൽ അത് SN2 റിയാക്ഷന് പങ്കെടുക്കുകയാണെങ്കിൽ ഡെക്സ്ട്രോ എന്തായി മാറും? ലീവോ ആയി മാറും. അതേപോലെ തന്നെ ലീവോ എന്തായി മാറും? ഡെക്സ്ട്രോ ആയി മാറും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. യെസ്, ദാറ്റ്സ് ദ തിങ്. അതാണ് കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? മക്കളെ മനസ്സിലാവുന്നുണ്ടോടാ? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ത് ചെയ്യും? SN2 റിയാക്ഷന് പങ്കെടുക്കുകയാണെങ്കിൽ അവൻ ഡെക്സ്ട്രോ ആയിരുന്നെങ്കിൽ ലീവോ ആയി മാറും. ലീവോ ആണെങ്കിൽ ഡെക്സ്ട്രോ ആയി മാറും. അങ്ങനെ വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. മക്കളെ മനസ്സിലായോ? നോക്കിയേ കണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അല്ല. പിറകിലൂടെ ഒന്ന് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. എവിടെ? SN2 പിറകിലൂടെയാണ് അറ്റാച്ച്മെന്റ്. സോ എന്താണ്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കുന്നു. അപ്പം ഇൻവേർഷൻ കോൺഫിഗറേഷൻ ആരുടെ ക്യാരക്ടറാണ്? SN1 ആണോ? SN2 ആണോ? SN2 ആണ്. എന്താണ്? SN2 ആണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. റെഡിയല്ലേ? യെസ്. നമ്മൾ SN1 പറയാം. SN1 എന്താണ്? SN1 പ്രത്യേകത? എന്താണ് മക്കളെ? SN1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ SN1 പ്രത്യേകത. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ ഓരോന്ന് വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം SN1 പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? SN1 പ്രത്യേകത നോക്കിക്കേ എല്ലാവരും. ഇതിപ്പോ ഞാനൊരു കാർബൺ വരയ്ക്കാണ്. കാർബോകാറ്റയോൺ വരയ്ക്കാണ്. കാർബോകാറ്റയോൺ ആണ് വരയ്ക്കുന്നത്. ഞാൻ ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് കാർബോകാറ്റയോൺ. ഇതിലേക്കല്ല അറ്റാച്ച് ന്യൂക്ലിയസിൽ അറ്റാക്ക് ചെയ്യുക. ആ ഹാലജൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആൽക്കീൻ ഹാലൈഡിൽ കാർബോകാറ്റയോൺ വരച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പോണ്? ഇവിടേക്കാണ് എന്ത് ചെയ്യുക? ന്യൂക്ലിയോഫിൽ അറ്റാക്ക് ചെയ്യുക. അപ്പൊ 2 പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ SN2 പിറകിലൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമെങ്കിൽ ഇവിടെ എന്താണ്? 2 പോസിബിലിറ്റി. എന്താ 2 പോസിബിലിറ്റി എന്ന് പറയുന്നത്? 2 പോസിബിലിറ്റീസ്. ഒന്ന് എന്ത് ചെയ്യാം മക്കളെ? ഫ്രണ്ടിലൂടെ വരാം. അവൻ ആൺകുട്ടിയാ. എന്ത് ചെയ്യും? മുമ്പിലൂടെ വരും. അവൻ ധൈര്യമുള്ളവൻ. ആൺകുട്ടിയാ. അവരെന്ത് ചെയ്യും? ഒരു ടെൻഷനും ഇല്ലാതെ മുമ്പിലൂടെ കയറി വരും. ഓക്കെ. മുൻവാതിലൂടെ കയറി വരുന്ന ആളാണ് ആര്? ഈ ഒരു ന്യൂക്ലിയോഫൈൽ. സോ ഫ്രണ്ടിലൂടെ കയറി വരും. ഇനി മറ്റൊന്ന് എന്താണ്? ബാക്കിലൂടെ കയറി വരും. പിറകിലൂടെ. മറ്റൊരു പോസിബിലിറ്റി ബാക്കിലൂടെ കയറി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവൻ കുറച്ച് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. ബട്ട് എന്താണ്? 2 ആൾക്കാരുണ്ട്. 2 പോസിബിലിറ്റി ഉണ്ട്. ഒരാൾക്ക് മുമ്പിലൂടെയും കയറി വരാൻ ചാൻസ് ഉണ്ട്. മറ്റേ ബാക്കിലൂടെയും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ
നിങ്ങൾ നോക്കേണ്ട കാര്യം SN2-ലാണെങ്കിൽ പിറകിലൂടെയാണ് അറ്റാക്കിംഗ് ഉണ്ടാവുക. നേരെ മറിച്ച് SN1-ലാണെങ്കിൽ എന്താണ് മുമ്പിലൂടെയും വരും ബാക്കിലൂടെയും വരാം. അപ്പൊ അറ്റാക്കിംഗ് എങ്ങനെയാണ് ഉണ്ടാവുക? പിറകിലൂടെയും മുമ്പിലൂടെയും വരികയാണെങ്കിൽ അർത്ഥം അത് SN1 ആണ്. SN2 ആണെങ്കിൽ പിറകിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ദ തിങ്. അപ്പൊ എന്തുണ്ടാവും? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ടാവും. നേരെ തിരിഞ്ഞിരിക്കും. നമ്മുടെ കുടയൊക്കെ നമ്മൾ കാറ്റത്ത് തിരിഞ്ഞു പോകാറില്ല. അതേപോലെ സ്ട്രക്ചർ എന്ത് നേരെ ഉൾട്ടയായി മാറും. അതാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? യെസ്. അപ്പൊ മക്കൾ നോക്കണേ SN1-ൽ എന്ത് ചെയ്തു? പിറകിലൂടെയും മുമ്പിലൂടെയും വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകതയാണെന്ത്? 50% എന്തുണ്ടാവും? പിറകിലൂടെ വരുമ്പോൾ 50% ഫോം ചെയ്യും. ബാക്കിലൂടെ വരുമ്പോൾ ഫ്രണ്ടിലൂടെ വരുമ്പോൾ 50% ഉണ്ടാവും. അതായത് 15% എന്തായിരിക്കും? ബി ആണെങ്കിൽ അടുത്ത 50% എന്തായിരിക്കും? എൽ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അതായത് 50% പിറകിലൂടെ വരുന്നത് ഇപ്പൊ പിറകിലൂടെ വരികയാണെങ്കിൽ ഡി ഫോം ചെയ്യുകയാണെങ്കിൽ മുമ്പിലൂടെ വരുന്നത് എന്തായിരിക്കും? എൽ ആയിരിക്കും. ഒരാളുടെ എക്സ്ട്രാ ആണെങ്കിൽ മറ്റേ ലീവോ ആയിരിക്കും. അപ്പം 50% ഡിയും 50% എല്ലും ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? റെസിവി മിക്സ്ചർ ആയിരിക്കും. എന്താണ്? റെസിവി മിക്സ്ചർ. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചാണ്. റെസിവി മിക്സ്ചർ ആയിരിക്കും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? റെസിമൈസേഷൻ. എന്താ പറയാ? റെസിമൈസേഷൻ. ഓക്കെ. അപ്പൊ 50% ഡിയും 50% എല്ലും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? റെസിമിക് മിക്സ്ചർ ആണ്. എന്താണ്? റെസിമി മിക്സ്ചർ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ SN1 മെക്കാനിസത്തിൽ എന്താ ഉണ്ടാവുക? റെസിമി മിക്സ്ചർ ആണ്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണോ? SN1 ആണെങ്കിൽ റെസിമി മിക്സ്ചർ ആണ്. അതേപോലെ SN2 ആണെങ്കിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. നിങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലായി? ഇതാണ് നമ്മൾ നേരത്തെ എഴുതി നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചത്. ആ ഒരു ടേബിളിന്റെ അകത്ത് നോക്കിയേ. നിങ്ങൾ 5-ാമത്തെ പോയിന്റ് കൊടുത്തു കണ്ടില്ലേ? റെസിമൈസേഷൻ കാണിക്കുന്ന ആരാണ്? SN1 മെക്കാനിസം. അതിന്റെ റീസൺ എന്താ? അതിന്റെ റീസൺ ഇത്രയുള്ള മക്കളെ, ന്യൂക്ലിയർ ഫൈൽ വന്നിട്ട് മുമ്പിലൂടെ അറ്റാക്ക് ചെയ്യും, ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യും. സോ എന്ത് ഫോം ചെയ്യും? റെസിമി മിക്സ്ചർ ആണ് ഫോം ചെയ്യുക. എന്ത് ഫോം ചെയ്യും? റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു SN2-ൽ എന്താണ്? പിറകിലൂടെയാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. സോ എന്താണ്? ന്യൂക്ലിയർ എങ്ങനെ വരാം? പിറകിലൂടെ അറ്റാക്ക് ചെയ്യും. സോ എന്ത് ഫോം ചെയ്യുക? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. തിരിഞ്ഞിരിക്കും. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. നിങ്ങളെ മനസ്സിലായോ? ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് എൻഡയർ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായിട്ട് നമ്മൾ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓരോ കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. ഒരു 5 അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കി എന്തൊക്കെയാ കാര്യങ്ങളുള്ളത്. SN1 SN ഡിഫറൻസ് എന്തൊക്കെയാ? ഒന്ന് മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കാർബോഹൈഡ്രേറ്റ് ഫോർ SN1. ഇന്റർമീഡിയറ്റ് കാർബോഹൈഡ്രേറ്റ് ഒന്നുമില്ല. നോ ഇന്റർമീഡിയറ്റ്സ് ആണ്. ഇനി 2 സ്റ്റെപ്പ് പ്രോസസ് ആണ് എന്ത്? നമ്മുടെ SN1 എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്. ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിൽ യൂണിമോളിക്കുലർ ആണ്. വിച്ച് മീൻസ് എന്താണ്? കോൺസെൻട്രേഷൻ ഓൺലി ഡിപെൻഡ് ഓൺ എന്താ? ഓൺലി ഡിപെൻഡ് ഓൺ ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആര് ഡിപെൻഡ് ചെയ്യുന്നില്ല? ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷൻ ഡിപെൻഡ് ചെയ്യുന്നില്ല ഇൻ SN1. ഇത് കൃത്യമായി ഓർത്തിരിക്കണം. പക്ഷേ SN2 എന്ന് പറയുമ്പോൾ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിൽ ബൈ മോളിക്കുലർ റിയാക്ഷൻ ആണ്. വിച്ച് മീൻസ് എന്താണ്? ദാറ്റ് ഡിപെൻഡ് ഓൺ ദ ബോത്ത് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ന്യൂക്ലിയോഫൈൽ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് എ തിങ്. ഇനി മക്കളെ അതേപോലെ ഒരു സ്റ്റെപ്പ് റിയാക്ഷൻ ആണല്ലോ. കാരണം ഇന്റർമീഡിയറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് SN2-ൽ പറയുന്നത്. പിന്നെ അതേപോലെ റേറ്റ് പറയുമ്പോൾ റേറ്റ് ഡിപെൻഡ് അപ്പോൾ എന്താണ്? കാർബോകാറ്റോണിന്റെ ആ ഒരു സ്റ്റെപ്പ് ഇല്ലേ? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന സ്റ്റെപ്പ് ആണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. സോ കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി ഓർഡറിലായിരിക്കും ഉണ്ടാവുക, റേറ്റ് ഉണ്ടായിരിക്കുക ഇൻ ദ കേസ് ഓഫ് SN1. സോ നിങ്ങൾ പറഞ്ഞ ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിരുന്നു ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്തായിരുന്നു? ടെർഷ്യറി അല്ലെങ്കിൽ ബെൻസൈല്, അലൈല്. ബെൻസൈൻ കഴിഞ്ഞാൽ പിന്നെ അലൈല്, പിന്നെ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നാ. സോ ആരെയും കൂടുതൽ ബെൻസൈനിൽ കൂടുതൽ ഉണ്ടാവും, പിന്നെ അലൈല്, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. പക്ഷെ നേരെ തിരിച്ചായിരിക്കും ഇവിടെ ഉണ്ടാവുക. SN1-ൽ ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും? പ്രൈമറിക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി. SN1-ൽ SN2-ൽ ഉണ്ടാവുക. പ്രൈമറിക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. ശരിയല്ലേ? പിന്നെ ഈ റിയാക്ഷൻ നടക്കുന്ന എവിടെയായിരിക്കും? പോളാർ കോട്ടിക് സോൾവെന്റിലേക്ക് എവിടെ ഉണ്ടാവുക? SN1-ൽ ഉണ്ടാവുക. മറ്റേ നേരെ എന്തായിരിക്കും? പ്രോട്ടിക് സോൾവെന്റിലേക്കും SN2-ൽ ഉണ്ടാവുക. ഈ റെസിമൈസേഷൻ എവിടെ കാണുന്നു? SN1-ൽ കാണുന്നു. അതേപോലെ തന്നെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എവിടെ കാണുന്നു? SN2-ൽ കാണുന്നു. ഇത്രയുമാണ് കാര്യങ്ങൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എൻഡയർ കോൺസെപ്റ്റ്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് മൊത്തം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഒരു ടോപ്പിക്കിൽ കടക്കാം. അതോടുകൂടി നമ്മൾ ചാപ്റ്റർ എൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 30 ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? നമുക്ക് ഇനി കെമിക്കൽ റിയാക്ഷന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്ത്? എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എലിമിനേഷൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? പിന്നെ ആലോ ആൽക്കെയിൻ വിത്ത് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഈസ് ഹീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH. എന്താണ്? എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഫ്രം ബീറ്റ കാർബൺ ആൻഡ് ഹാലജൻ ആറ്റം ഫ്രം ആൽഫ കാർബൺ ആറ്റം. ഒരു സിമ്പിൾ കോൺസെപ്റ്റ്. അതായത് ആൽഫ ലെറ്റ്സ് സേ ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക്. അതായത് ഹാലോ ആൽക്കീൻ എടുക്കുന്നു. ഹാലോ ആൽക്കീൻ ലെറ്റ്സ് സേ സി ലെറ്റ്സ് സേ സി ഡബിൾ ബോണ്ട് സി ശ്രദ്ധിക്കണേ. ഇതന്നെ എടുക്കാം. നമുക്ക് ഇതേ സാധനം തന്നെ എടുക്കാം. സി ഹാലജൻ ആറ്റം ഉണ്ട്. ഇവിടെയൊക്കെ വാലൻസി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് സേ ഇവിടെ മാത്രം ഹൈഡ്രജൻ മാത്രം കാണിക്കുന്നു. ഇവിടൊക്കെ വാലൻസീസ് ഉണ്ട് ട്ടോ. ഓക്കെ, 4 വാലൻസിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടൊക്കെ വാലൻസിൻ ഹൈഡ്രജൻ എന്ത് വേണമെങ്കിലും വരാം. അതുകൊണ്ട് ഞാനത് ഏതാണെന്ന് എഴുതുന്നില്ല. ഇനി നോക്കിക്കേ, ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. അല്ലേ? തൊട്ടടുത്ത കാർബൺ ആണ് ബീറ്റ കാർബൺ. അതിലൊരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇതാണ് ബീറ്റ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി എന്താ സംഭവിക്കുക? ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യിപ്പിക്കണം. ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആൽഫയിൽ നിന്ന് ഹാലജനും ബീറ്റയിൽ ഹൈഡ്രജനും പോയിട്ട് HX അങ്ങ് പുറത്തോട്ട് പോകും. HX പുറത്തോട്ട് പോകുന്ന എന്താണ്? ഈ ഹാലജനും ഈ പറഞ്ഞിരിക്കുന്ന എക്സും കൂടി ചേർന്ന് HX അങ്ങ് പുറത്തോട്ട് പോകും. ഇപ്പൊ എന്താ ഫോം ചെയ്യുക?
അപ്പൊ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും മക്കളെ? ഡബിൾ ബോണ്ട്. ആൽക്കീൻ ഫോം ചെയ്യും. ആൽക്കീൻ ഫോം ചെയ്യും. Okay. എന്ത് ഫോം ചെയ്യും? ഒരു മിനിറ്റ് എടാ. എന്ത് ഫോം ചെയ്യും? ആൽക്കീൻ ഫോം ചെയ്യും. യെസ്, ആൽക്കീൻ ഫോം ചെയ്യും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഈ റിയാക്ഷൻ എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സ് എന്താണ്? ലീവിംഗ് ഗ്രൂപ്പ്. ഇയാൾ ലീവ് ചെയ്തെങ്കിൽ പോവാണ് ചെയ്യുക. ഓക്കെ, ലീവിംഗ് ഗ്രൂപ്പ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കാര്യങ്ങൾ. അവിടെ ഒരുപാട് പിന്നെ സായിസഫ് റൂളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സായിസഫ് റൂളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാകും. അപ്പം അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കാര്യം, എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നതായിരിക്കും. ഇനി നമ്മൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ് അടുത്തൊരു ഹെഡിങ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. മെറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽ ഇതാണ് മഗ്നീഷ്യം ആണ്. അതായത് നമ്മൾ ആൽക്കിൽ ഹാലൈഡ് എടുക്കുന്നു. ലെറ്റ്സ് സേ ആൽക്കിൽ ഹാലൈഡ് CH3CH2Br എടുക്കുന്നു. പിന്നെ മെറ്റൽ എന്ന് പറയുന്ന മഗ്നീഷ്യം അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇൻ ദ പ്രസ് ഓഫ് ഡൈ ഈതർ എന്ത് കിട്ടും മക്കളെ? എന്ത് കിട്ടും? CH3CH2Br Mg കൂടിച്ചാൽ എന്തുണ്ടാവും? CH3CH2MgBr എന്ന് വിളിക്കും. ഈ CH3CH2MgBr ആക്ച്വലി എന്താ? CH3CH2MgBr നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് അല്ലെ ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് കേട്ടിട്ടില്ലേ? അത് ആക്ച്വലി ആരാണ്? ഇതാണ് മക്കളെ ഗ്രിഗിനാർഡ് റിയേജന്റ്. എന്താണ് ഗ്രിഗിനാർഡ് റിയേജന്റ്? ഈ ചങ്ങായി ആരാണ്? ആക്ച്വലി ഇത് ഗ്രിഗിനാർഡ് റിയേജന്റ് ആണ്. ആരാണ്? ഗ്രിഗിനാർഡ് റിയേജന്റ്. ഗ്രിഗിനാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ആരാണ്? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഇവിടെ നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇയാൾ എങ്ങനെ കുട്ടുക എന്നുള്ളത്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യും? ഈ ഗ്രിഗിനാർഡ് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക? മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജും, അതായത് ആൽക്കൈൽ മഗ്നീഷ്യം RMgX എന്ന സാധാരണ പറയാറുള്ളത്. അപ്പൊ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യും? ഇതെങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെയാണ് പൊട്ടുക. ഇത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി ഗ്രിഗ്നാർഡ് റിയാക്ഷന്റെ. അതേപോലെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ആൽക്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രിഗ്നാർഡ് റിയാക്ഷൻ റിയാക്ഷൻസ്. ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയാക്ഷനുമായി റിയാക്ട് എന്താ കിട്ടുക? ഗ്രിഗ്നാർഡ് റിയാക്ഷനുമായി റിയാക്ട് ചെയ്താൽ പ്രൈമറി ആൽക്കോൾ കിട്ടും. അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കോൾ, കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കോൾ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, നല്ലതാണ്. കണക്റ്റഡ് ചോദ്യങ്ങളൊക്കെ ആൽക്കഹോളും അതേപോലെ നമ്മുടെ ഹാലോ ആൽക്കീനൊക്കെ കണക്ട് ചെയ്ത് ചെയ്യും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. റെഡിയല്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയാജന്റിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടും നിങ്ങൾക്ക്? ആൽക്കെയിൻ കിട്ടും. ആൽക്കീൻ, അതായത് മക്കളെ സിമ്പിൾ ആണ് കാര്യം. ഗ്രിഗ്നാർഡ് റിയാജന്റ് എടുക്കുന്നു, ഗ്രിഗ്നാർഡ് റിയാജന്റ് RMgX, അതിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണ്, H2O ഒഴിക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈനസും പ്ലസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതുപോലെ H പ്ലസും OH മൈനസിന് ബ്രേക്ക് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും Rനോട് ആരായിരിക്കുക? Rനോട് H പ്ലസ് കയറിയിരിക്കും. അതുപോലെ MgX കൂടെ ആര് കയറിയിരിക്കും? OH കയറിയിരിക്കും. സോ RH കിട്ടും പ്ലസ് MgOHX കിട്ടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തിനും ആൽക്കെയിൻ കിട്ടും. ആൽക്കെയിൻസ് കിട്ടും. റെഡിയല്ലേ? ഇനി അതേപോലെ തന്നെ നമ്മൾ വുഡ്സ് റിയാക്ഷൻ പറയുന്നത് എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് സോഡിയം ഫോം ചെയ്യുന്ന പ്രസന്റ് ട്രൈ ചെയ്തർ കിട്ടും. ആൽക്കെയിൻസ്. ആൽക്കെയിനും അതേപോലെ 2NaX കിട്ടും. ഇതിനെ വിളിക്കുന്ന വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വുഡ്സ് റിയാക്ഷൻ വളരെ അറിയുന്ന കാര്യമാണ് അല്ലേ മക്കളെ? വുഡ്സ് റിയാക്ഷൻ അറിയില്ലേ? 3 കാര്യങ്ങളോട് അറിയേണ്ടതായിട്ടുണ്ട്. 3 കാര്യങ്ങൾ. ഒന്നെന്താ? പറ, എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ അറിയേണ്ട കാര്യങ്ങൾ? നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ മക്കളെ, ഒന്ന് വുഡ്സ് റിയാക്ഷൻ, അതായത് വുഡ്സ് റിയാക്ഷൻ എന്താണ്? അത് ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, സോഡിയം ട്രീറ്റ് ചെയ്യുന്നു. 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, 2 സോഡിയം ട്രീറ്റ് ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം ട്രൈ ഈതർ മനസ്സിലായി. അപ്പൊ എന്നിട്ടും ഈ 2 NaX അങ്ങ് പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ടാവും? NaX 2NaX പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ടാവും? ആറും കൂടിച്ചേരും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയും. അല്ലേ? റെഡിയല്ലേ? ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽക്കൈൽ ഹാലൈഡും അതേപോലെ തന്നെ മറ്റൊരു അറൈൽ ഹാലൈഡ് എന്ന് വിചാരിക്കുക. അറൈൽ ഹാലൈഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതും അതേപോലെ 2 Naയുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. 2 ഇതിന്റെ പ്രശ്നം ട്രൈ ഈതർ. അപ്പൊ എന്ത് സംഭവിക്കും മക്കളെ? ഇതേപോലെ തന്നെ 2NaX പുറത്തോട്ട് പോകും. 2NaX പുറത്തോട്ട്. ബാക്കി ആരുണ്ടാവും? ഈ ആൽക്കൈൽ ഗ്രൂപ്പ് അതേപോലെ അറൈൽ ഗ്രൂപ്പ് കൂടിച്ചേരും. ആൽക്കൈൽ ഗ്രൂപ്പും അറൈൽ ഗ്രൂപ്പും കൂടിച്ചേരും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇനി ഇതേപോലെ തന്നെ മക്കളെ, ഇതേപോലെ തന്നെ ഞാൻ പറയുന്നു ആൽക്കൈൽ നമ്മുടെ അറൈൽ ഹാലൈഡും അതേപോലെ മറ്റൊരു അറൈൽ ഹാലൈഡും, 2 അറൈൽ ഹാലൈഡുകളുണ്ട്. അത് ആരുമായി റിയാക്ട് ചെയ്യുന്നു? 2 അറൈൽ ഹാലൈഡ് എടുക്കുന്നു. മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ കാണിച്ചാൽ മതി നിങ്ങൾക്ക്. ഇതാ 2 അറൈൽ ഹാലൈഡ് എടുക്കുന്നു. ആരുമായി റിയാക്ട് ചെയ്യുന്നു? 2 സോഡിയമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇതിന്റെ പ്രശ്നം ട്രൈ ഈതർ. അപ്പൊ എന്ത് കിട്ടും മക്കളെ? 2NaX പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ടാവും? 2 അറൈൽ ഗ്രൂപ്പ് ഇങ്ങനെ ക്ലബ് ചെയ്തിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈഫിനൈൽ. എന്താ വിളിക്കുക? ബൈഫിനൈൽ. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? ഫിറ്റിക് റിയാക്ഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഹൈഡ്രോ കാർബൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. റെഡിയല്ലേ? ദാറ്റ്സ് ഇറ്റ്.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി മക്കളെ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻസിഇആർടിയിൽ നോക്കാം. അടുത്ത കോൺസെപ്റ്റ് റിയാക്ഷൻ ഓഫ് ഹാലോ അറീൻസ് ആണ്. റിയാക്ഷൻ ഓഫ് ഹാലോ അറീൻ ഇനി നമ്മൾ സിമ്പിളാ. സിമ്പിൾ പെട്ടെന്ന് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കണം? റെസൊണൻസ് എഫക്റ്റ് പറ്റി അറിയണം. അതായത് ആൽക്കൈൽ ഹാലൈഡ് എന്ത് അണ്ടർഗോ ചെയ്യുന്നത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. ന്യൂക്ലിയോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അവിടെ എന്ത് നടക്കുന്നുണ്ട് മക്കളെ? ഈ പറയുന്ന ക്ലോറോബെൻസിൻ ക്ലോറോബെൻസിൻ ഈ ക്ലോറോബെൻസിൻ എന്തുണ്ട്? ക്ലോറോബെൻസിൻ എന്തുണ്ട്? എന്ത് നടക്കുന്നത് മക്കളെ? നമുക്കറിയുന്ന പോലെ തന്നെ റെസൊണൻസ് നടക്കുന്നുണ്ട്. റെസൊണൻസ് ആ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ റീസൺ ക്ലോറിന് മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടല്ലോ. ക്ലോറിന് മുകളിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിന് മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. അതെന്ത് ചെയ്യും? ഈ റിങ്ങിലേക്ക് ഇറങ്ങി വരും. റിങ്ങിലേക്ക് ഇറങ്ങി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചങ്ങ ഇങ്ങോട്ട് ചാടും. ചങ്ങ ഇങ്ങോട്ട് ചാടൂലേ? ചങ്ങ ഇങ്ങോട്ട് ചാടും. അപ്പൊ എന്ത് ചെയ്യും? റെസൊണൻസ് ഒന്ന് എഴുതിയാലോ നമുക്ക്? ഒന്ന് റെസൊണൻസ് എഴുതി വെക്കാം. ഒന്ന് റെസൊണൻസ് എഴുതി വെക്കാം മക്കളെ. ഒന്ന് റെസൊണൻസ് എഴുതി വെക്കാം നമുക്ക്. ഒന്ന് എഴുതി വെക്കാം. റെഡി അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ എന്തുണ്ടാവും? അടുത്ത സെക്ടർ ഇങ്ങനെ ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഡബിൾ ബോണ്ട് ചാർജ് ഉണ്ടാകും. ഡബിൾ ബോണ്ട് ഉണ്ടാകും. ഇനി അടുത്ത സെക്ടർ എന്ന് പറയുന്നത് അടുത്ത സെക്ടർ എല്ലാവരും നോക്കിയേ. എന്റെ കൂടെ വരയ്ക്കുന്നില്ലേ നിങ്ങള്? എന്റെ കൂടെ വരയ്ക്കുന്നില്ലേ? കാണുന്നില്ലേ? നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ? യെസ്. അപ്പം അടുത്ത സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങോട്ട് ചാടും. ഇയാൾ ഇങ്ങോട്ട് ചാടുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പം ഇവിടെ ക്ലോറിൻ ലോൺ പെയർ വിട്ടു കൊടുത്തപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും മക്കളെ? അടുത്ത സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? റെസൊണൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇയാളുടെ ഡബിൾ ബോണ്ട് ക്ലോറിൻ, പോസിറ്റീവ് ചാർജ് അല്ലേ? ഇയാൾ ഇങ്ങോട്ട് ചാടും. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് പോകും. റെസൊണൻസ് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? റെസൊണൻസ് വരയ്ക്കുമ്പോൾ മക്കളെ റെഡി അല്ലേ? മനസ്സിലാവുന്നില്ലേടാ? ഓക്കെ അല്ലേ? അങ്ങനെ തോന്നുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പൊ എന്തുണ്ടോ മക്കളെ? നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ ഇങ്ങനെ തന്നെ. ഇവിടെ എന്ത് ഡബിൾ ബോണ്ട് ക്ലോറിൻ പ്ലസ്. ഇനി അടുത്ത റെസൊണൻസ് വരയ്ക്കുമ്പോൾ എന്തുണ്ടാവും മക്കളെ? ഇയാൾ ഇങ്ങോട്ട് ചാടും. ഇയാൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അവസാനം ഫൈനലി നമുക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ക്ലോറിൻ ഇങ്ങനെ വരും. റെഡി അല്ലേ? അപ്പൊ എവിടെയൊക്കെ നമുക്ക് നെഗറ്റീവ് ചാർജ് വന്നു അതാണ് നോക്കേണ്ടത്. ഓർത്തോയിൽ വന്നു, അതേപോലെ പാരയിൽ വന്നു. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ് മനസ്സിലായി. ഓർത്തോയിലും പാര നെഗറ്റീവ് ചാർജ് വന്നു. ഇനി അതേപോലെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലോറിൻ എന്തുണ്ട്? ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. എന്തുണ്ട്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായതുകൊണ്ട് എന്താ പ്രശ്നം? റെസൊണൻസിലായതുകൊണ്ട് തന്നെ ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. നാം മനസ്സിലാക്കാൻ പറ്റും. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഈ CCl ബോണ്ട് ഈ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഈ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായതുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ എൻസിആർടി പറഞ്ഞത്. CCl bond occurs as partial double bond character due to resonance. As a result, the bond cleavage in haloarenes is difficult than haloalkane, and therefore they are less reactive towards nucleophilic substitution reaction. It's very very important. അതായത് എന്തുകൊണ്ടാണ് ആൽക്കിൽ ഹാലൈഡിനെക്കാട്ടും ലെസ് റിയാക്റ്റീവ് ആവാൻ കാരണം അറൈൽ ഹാലൈഡ്? ഡ്യൂ ടു റീസൺ പറയുന്നത് റെസൊണൻസ് മൂലം ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ CL ബോണ്ട് എന്താണ് മക്കളെ? പാർഷ്യൽ ഡബിൾ ബോണ്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എന്താണ് ഇത് ലെസ് റിയാക്റ്റീവ് ആണ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതാണ് പോയിന്റ്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾ എൻസിആർടിയിലെ ഈ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് എൻസിആർടിയിൽ നോക്കാം. നമുക്ക് എൻസിആർടി നോക്കാം. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് ഇവിടെ ഉണ്ടാവുക. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് എന്ത്? നമ്മുടെ ആൽക്കിൽ ഹാലൈഡ് ഉണ്ടാവുമെങ്കിൽ അറൈൽ ഹാലൈഡ് sp2 ആണെങ്കിൽ ആൽക്കിൽ ഹാലൈഡ് എന്താണ് sp3 ആണെന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. നിങ്ങൾ ഓരോന്നും വളരെ സിമ്പിൾ ആയ കാര്യം. അതായത് ഇത് ക്ലോറോബെൻസീൻ അല്ലേ? ക്ലോറോബെൻസീനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്? ക്ലോറോബെൻസീൻ എനിക്ക് എന്ത് ചെയ്യണം? ഈ ക്ലോറിനെ മാറ്റി എനിക്ക് ആരെ കയറ്റിയിരിക്കണം? ഈ ഓക്സിജനെ കയറ്റിയിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കത്തില്ല. റീസൺ എന്താ? നടക്കത്തില്ല എന്നല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റീസൺ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവാനുള്ള റീസൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞു റെസൊണൻസ് ഉണ്ടായതുകൊണ്ടാണ്. റെസൊണൻസ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ബോണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ആ ഒരു ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ ചില കണ്ടീഷൻസ് കൊടുക്കേണ്ടി വരും. ചില കണ്ടീഷൻസ് കൊടുക്കണം. കണ്ടീഷൻസ് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭയങ്കര ഹൈ ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കണം. നല്ല ടെമ്പറേച്ചറും നല്ല പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സ്വാഭാവികമായിട്ട് ഈ OH എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന OH OH ഇവിടെ കയറി ഇരുന്നോളും.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ പ്രഷർ കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ പരിപാടി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റിങ്ങിലേക്കുള്ള അല്ലെങ്കിൽ റിങ്ങിൽ ഇപ്പൊ നടന്ന റെസൊണൻസിന്റെ അളവ് കുറയ്ക്കാം. റിങ്ങിൽ ഇപ്പൊ ഉണ്ടായ റെസൊണൻസിന്റെ അളവ് കുറയ്ക്കാം എന്നാണ് മറ്റൊരു പരിപാടി. റെസൊണൻസിന്റെ അളവ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും മക്കളെ, ആ പരിപാടി എന്ത് ചെയ്യും, ആ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കുറഞ്ഞോളും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നോളും. അപ്പൊ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, മറ്റു റെസൊണൻസുള്ള സ്ട്രക്ചർ അവിടെ കൊണ്ടുവെക്കുക. ഇത് പറഞ്ഞുതരാം, ഇത് കോൺസെപ്റ്റ് ആണ്, അത് കോൺസെപ്റ്റ് ആണ്, ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നോക്കി എല്ലാവരും ചേർന്ന് നോക്കിക്കേ, എന്താണ് വരാത്തത്, ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ നോക്ക് എല്ലാവരും നോക്ക്. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാ, എല്ലാവർക്കും മനസ്സിലാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണെന്ത് ഞാൻ പറയുന്ന ക്ലോറോബെൻസീൻ എന്ന് പറയുന്ന ആൾ അല്ലെ. ഇയാളെ മാറ്റിയിട്ട് എനിക്ക് ആരെ കയറ്റിയിരിക്കണം, എനിക്ക് ഓച്ചിനെ കയറ്റണം. നോർമൽ കേസിൽ പറ്റില്ല, കാരണം എന്താണ്, ഇവിടെ ക്ലോറോബെൻസീൻ ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്, റെസൊണൻസ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചർ NaOH എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ കൊടുക്കുകയാണ്, OH മൈനസ് ഉണ്ടാകും. ഹൈ ടെമ്പറേച്ചർ 623 കെൽവിൻ 300 ATM കൊടുക്കും. ഇത് സ്വാഭാവികമായി ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് ആര് കയറിയിരിക്കും, അവിടെ എന്ത് ചെയ്യും, അവിടെ ആര് കയറിയിരിക്കും, ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ ആര് കയറിയിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന OH അങ്ങ് കയറിയിരിക്കും. എങ്ങനെയാന്നുള്ള കൃത്യമായിട്ട് മെക്കാനിസത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിവേ, ഇനി മക്കളെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവിടെ പ്രയാസമായത്. അപ്പൊ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കുറച്ചാൽ പോരെ. നിങ്ങളുടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടായത് റെസൊണൻസ് മൂലമല്ലേ, റെസൊണൻസ് മൂലം. അപ്പൊ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇവിടെ റിങ്ങിന്റെ അകത്ത് എന്ത് ചെയ്യാം, മറ്റ് റെസറേജ് സ്ട്രക്ചർ കൊണ്ടുവെക്കുക. ലെറ്റ്സ് സേ ക്ലോറിനാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, മറ്റ് റെസൊണൻസ് സ്ട്രക്ചർ കൊണ്ടുവെക്കുന്നു. മറ്റ് റെസൊണൻസ് സ്ട്രക്ചർ പറയുമ്പോൾ NO2 കൊണ്ടുവെക്കുന്നു. NO2 ഇതാ കണ്ടില്ല നിങ്ങൾ, ഇവിടെ NO2 കൊണ്ടുവെക്കാണ്. NO2 അപ്പൊ എന്താ, NO2 ഓൾറെഡി റെസൊണൻസ് ഉണ്ടാകും. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഉണ്ട എന്ന് പറഞ്ഞ സാധനം എന്താ, ഈ ഉണ്ട എന്താ, ഈ ഉണ്ട എന്ന് പറഞ്ഞ ഒന്നുമല്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ്, ബോണ്ടാണ്. അപ്പൊ ഇവിടെ നൈട്രജൻ NO2 മുകളിൽ ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്താ, റിങ്ങിലേക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, റെസൊണൻസ് നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ റെസൊണൻസ് ഉണ്ടാകും. ഇവിടെ റെസൊണൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ റെസൊണൻസിന്റെ അളവ് കുറയും. റെസൊണൻസിൽ വേറെ ആൾക്കാരും വരെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റെസൊണൻസ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഉണ്ടാകുന്ന റെസൊണൻസിന്റെ അളവ് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഡബിൾ ബോണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ആയിട്ട് കുറയുകയും അതുമൂലം എന്ത് ചെയ്യും മക്കളെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ അളവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കി ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അത് നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ, കണ്ടോ. ഇവിടെ ഞാനൊരു NO2 കൊണ്ടുവച്ചു. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഇൻ ഓർത്തോ ആൻഡ് പാരാപൊസിഷൻ ഇൻക്രീസ് റിയാക്ടിവിറ്റി ഹൈ ലെവൽ. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, റിങ്ങിലുള്ള റെസൊണൻസ് കുറയും. റിങ്ങിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഇതിനുണ്ടായിരുന്ന റെസൊണൻസ് കുറയും. റിങ്ങിലുണ്ടായിരുന്ന റെസൊണൻസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കിയേ, NaOH 443 കെൽവിൻ കൊടുക്കുകയാണ്. അവിടെ ഒരു NO2 മാത്രമാണ് കൊടുത്തത്. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക്, എന്ത് ചെയ്തു, ഇവിടെ 623 കെൽവിൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, അവിടെ റിയാക്ഷൻ നടന്നത്. 623 കെൽവിൻ കൊടുത്തപ്പോഴാണ് റിയാക്ഷൻ നടന്നത്. പക്ഷേ ഞാൻ NO2 കൊണ്ടുവച്ച എനിക്ക് എന്ത് മതി, 443 കെൽവിൻ മതി. എന്ത് മതി, 443 കെൽവിൻ മതി. 443 കെൽവിൻ മതി. അപ്പൊ എന്ത് നടന്നു, എനിക്ക് ഇതേപോലെ തന്നെ എന്ത് നടന്നു, പാരാ നൈട്രോഫിനോൾ കിട്ടി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ രണ്ട് NO2 ഓർത്തോയിലും വെച്ചു, പാരയിലും വെച്ചു. അപ്പൊ എന്ത് ചെയ്യും, റെസൊണൻസ് ഒന്നും കൂടി എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇവിടെ ആദ്യം മക്കൾ നോക്കി, ഇയാൾക്ക് ഇവിടെ മാത്രം റെസൊണൻസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യും, റെസൊണൻസ് ഇങ്ങോട്ടൊക്കെ പോകും, ഇങ്ങോട്ടൊക്കെ റെസൊണൻസ് പോകും. സ്വാഭാവികം ഇയാളുടെ എഫക്ട് കിട്ടുന്ന റെസൊണൻസ് ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഇവിടെ ഉണ്ടാകുന്ന പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വല്ലാതെ കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, ന്യൂക്ലിയർ സെപ്പറേഷൻ റിയാക്ഷൻ നടത്താൻ സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ പ്രഷർ കൊടുത്താൽ മതി. വിച്ച് മീൻസ് 368 കെൽവിൻ കൊടുക്കുമ്പോഴത്തേക്കും കിട്ടും നമുക്ക് ഓർത്തോയിലും പാരയിലും എന്ത് കിട്ടുന്നുണ്ട് മക്കളെ, നൈട്രോഫിനോൾ കിട്ടുന്നുണ്ട്. മനസ്സിലായോ NO2 കയറിയിരിക്കും. അപ്പോൾ മനസ്സിലായി, കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ന്യൂക്ലിയർ സെപ്പറേഷൻ റിയാക്ഷൻ നടത്തണമെങ്കിൽ ആ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ അളവ് കുറയ്ക്കണം. അതിനുള്ള പരിപാടി ഒന്നെങ്കിൽ ഹൈ ടെമ്പറേച്ചർ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. അതിലും ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റെസൊണൻസിന്റെ അളവ് കുറച്ചാൽ മതി. റെസൊണൻസ് അളവ് കുറയ്ക്കുന്ന മറ്റ് റെസൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ അവിടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ, ദാറ്റ്സ് ദ തിങ്. നമ്മൾ 3 വെച്ചാലോ, 3 NO2 വെച്ചാൽ ഒന്നും വേണ്ട, സിമ്പിൾ. ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ചൂടായി കൊടുത്താൽ എന്ത് ചെയ്യും, അവിടെ NO2 കയറി ഇരുന്നോളും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഇനി മക്കളെ അവസാന ഭാഗമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഒന്നുമില്ല, ഓർത്തോ പാരാ പൊസിഷൻ ആണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻ എക്സ് എന്ന് പറയുന്നത്. എന്താണ്, ഞാൻ നേരത്തെ വരച്ച് കാണിച്ചത് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടാവുക, എവിടേക്കാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക, ഒന്ന് ഓർത്തോയിലും അതേപോലെ പാരയിലും ഉണ്ടാവുക. ഓർത്തോയിലും പാരയിലും ആണെന്നുണ്ടാവുക നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോഫിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോഫിൽ വന്നിട്ട് എന്ത് ചെയ്യും മക്കളെ, ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും.
ഇതൊക്കെയാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്യാൻസർ ആയി കിട്ടുക. ഓരോന്ന് നോക്കിക്കേ. നിങ്ങൾ എടുക്കുന്നത് അൺഹെഡ് FeCl3 ആണെങ്കിൽ അൺഹെഡ് FeCl3 എന്താണ്? അൺഹെഡ് FeCl3 ഫ്രീഡൽ ക്രാഫ്റ്റ് നമുക്ക് ലൂയിസ് ആസിഡ് അല്ലേ? ലൂയിസ് ആസിഡ്. അപ്പൊ എന്ത് ചെയ്യും? ലൂയിസ് ആസിഡ് എന്താ ചെയ്യുക? CL അങ്ങ് വലിക്കും. ബാക്കി ഒരു CL+ അങ്ങ് ഉണ്ടാവും. ആ CL+ എന്ത് ചെയ്യും മക്കളെ? ഓർത്തോയിലും പാരയിലും പോയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? പാരയിലും ഓർത്തോയിലും പോയിരിക്കും. പാരയിൽ ഇരിക്കുന്നതാണ് മേജർ പ്രൊഡക്റ്റ്. സോ 1,4 ഡൈക്ലോറോ ബെൻസീൻ കിട്ടി. 1,2 ഡൈക്ലോറോ ബെൻസീൻ ഓർത്തോയാണ്, എന്താണ് മൈനർ ആണ്. ഇനി അടുത്ത നൈട്രേഷൻ ആണ്. നൈട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? നൈട്രേഷൻ ഇത് എന്താ നമുക്ക് നൈട്രേറ്റ് മിക്സ്ചർ ആണ് ആര്? ഇത് നൈട്രേറ്റ് മിക്സ്ചർ ആണ്. NO2+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ഉണ്ടാവുക. ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും? അത് ഓർത്തോയിലും പാരയിലും പോയിരിക്കും. പാരയാണ് എന്ത് മേജർ പ്രൊഡക്റ്റ്. സിമ്പിൾ അല്ലേടാ? അതുപോലെ സൾഫണേഷൻ എന്തുണ്ടാവും? നമുക്ക് എന്തുണ്ടാവും? അവിടെ ഇലക്ട്രോഫൈൽ ആരുണ്ടാവും? SO3H ഉണ്ടാകും. ആ SO3H എന്ത് ചെയ്യും മക്കളെ? SO3H എന്ത് ചെയ്യും? അത് ഓർത്തോയിലും പാരയിലും പോയിരിക്കും. അപ്പൊ പാരയാണ് മേജർ പ്രൊഡക്റ്റ്. സിമ്പിൾ. ഇനി ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അൺഹെഡ് CL3 ആണ് നമ്മൾ അവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ്. എന്താണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത്? ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നവരാണ് ആൽക്കൈൽ ക്ലോറൈഡിനാണ് ആഡ് ചെയ്യുന്നുണ്ടാവും. ആൽക്കൈൽ ക്ലോറൈഡ് അതായത് CH3Cl. CH3 നേരെ കയറിയിരിക്കുകയാണ് ചെയ്യുക. എവിടെ? ഓർത്തോയിലും പാരയിലും കയറിയിരിക്കും. ഓർത്തോയിൽ ഇരിക്കുന്നതിന് ഓർത്തോ ആണ് പാരാണ് മേജർ. അത് മേജർ പാരയാണ്. മേജർ ആണ് പാരയാണ്. ഇനി അൺഹെഡ് അടുത്ത ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. അവിടെ ആഡ് ചെയ്യുക? COCH3 ആഡ് ചെയ്യും. COCH3 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഉപയോഗിക്കുന്നത് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ് തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഓയിലും അതായത് ഓർത്തോയിലും അതേപോലെ പാരയിലും എന്തുണ്ടാവും? ഇതുപോലെ പ്രൊഡക്റ്റ് കിട്ടും. പാരയാണ് മേജർ ഉണ്ടാവുക. മനസ്സിലായോ? ഇനി റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ പറഞ്ഞതാണ്. ഇതാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അറിയില്ലടാ? അതേപോലെ തന്നെ ഇതാണ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഡൈഫിനൈൽ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി അവസാന ഭാഗമാണ് തിയറി ഭാഗമാണ്. പോളി ഹാലജൻ കോമ്പൗണ്ട്സ്. ഇവിടെ തിയററ്റിക്കൽ ഫാക്ട് ചോദ്യം എക്സാമിൽ ചോദിക്കാറുണ്ട്. നീറ്റ് എക്സാം ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം ഡൈക്ലോറോമിഥേൻ എന്ന് പറയുന്ന ഭാഗം. അതായത് ഡൈക്ലോറോമിഥേൻ ആണ് അല്ലെ? CHCl2. അപ്പം ഇവിടെ എന്തൊക്കെ ചോദിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറോഫോം എന്നാണ്. ക്ലോറോഫോം ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ആദ്യം പഠിക്കാം. ക്ലോറോഫോം മറ്റേ ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ക്ലോറോഫോം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലോറോഫോം എന്ന് പറയുന്നത് മറ്റേ CH2Cl2 ഡൈക്ലോറോമീഥേൻ അല്ലേ? ഇതെന്താ? ഡൈക്ലോറോമീഥേൻ അത് CHCl3 ആണ് ആര്? CHCl3 ആണ് ആര്? ഈ ക്ലോറോഫോം എന്ന് പറയുന്നത്. CHCl3 ക്ലോറോഫോം. ക്ലോറോഫോം പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഞാനൊന്ന് വായിക്കും. എല്ലാം വായിക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ് മാത്രം ഒന്ന് പറഞ്ഞേക്കാം. പറയാം. അതായത് മക്കളെ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോറോഫോമുകൾ ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓരോ സെറ്റ് ചെയ്യാം. ക്ലോറോഫോമുകൾ സ്റ്റോർ ചെയ്യുന്നത് ബ്ലാക്ക് ബോട്ടിൽസിലാണ്. എന്താണ്? ബ്ലാക്ക് ബോട്ടിലാണ്. കറുത്ത കുപ്പിയിലാണ് എന്ത് ക്ലോറോഫോം സ്റ്റോർ ചെയ്യുക. അത് മാത്രമല്ല ഇതിന്റെ ടോപ്പ് വരെ അതിന്റെ എൻഡ് പോയിന്റ് വരെ എന്ത് ചെയ്യും? അത് അടപ്പ് വരെ എന്ത് ചെയ്യും? നിറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? നല്ല ടൈറ്റ് ആയിട്ട് മൂടി വെക്കും. എന്തുകൊണ്ടായിരിക്കും? ടൈറ്റ് ആയിട്ട് അടപ്പ് വരെ അതായത് ടോപ്പ് വരെ എന്ത് ചെയ്യും? അത് നിറച്ചു വെക്കുകയും ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് മൂടി വെക്കുകയും ചെയ്യും. റീസൺ എന്താ? ബിക്കോസ് ഈ ക്ലോറോഫോം എന്ന് പറയുന്ന സാധനം മക്കളെ ഈ നമ്മള് പിന്നെ ബ്ലാക്ക് ബോട്ടിലല്ല നമ്മൾ സ്റ്റോർ ചെയ്തെങ്കിൽ അതിനകത്ത് ലൈറ്റ് കയറാൻ ചാൻസ് ലൈറ്റ്. അതേപോലെ തന്നെ ടൈറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് എന്ത് കയറും? ഓക്സിജൻ എയർ കയറാൻ സാധ്യതയുണ്ട്. അതിന് എന്ത് പ്രശ്നം വെച്ചാൽ ഈ ക്ലോറോഫോം മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലോറോഫോമുകൾ എന്ത് ചെയ്യും? എയറുമായിട്ടും അതേപോലെ ലൈറ്റുമായിട്ടും കോൺടാക്റ്റിൽ വന്ന് എന്ത് ചെയ്യും മക്കളെ? പോയിസണസ് ഗ്യാസ് ഫോം ചെയ്യും. പോയിസൺ ആ പോയിസൺ എന്താണ്? ഫോസ്റ്റി എന്ന് പറയും. ആ ഫോസ്റ്റിന്റെ ഫോമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? COCl2. എന്താണ്? COCl2. വെരി വെരി ഇമ്പോർട്ടന്റ്. അവർ പോയിസൺ ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലോറോഫോം എന്ത് ചെയ്യുന്നത്? നല്ല ബ്ലാക്ക് ബോട്ടിൽ നല്ല ടൈറ്റ് ആയിട്ട് മൂടി വെക്കുന്നത്. ബിക്കോസ് ബ്ലാക്ക് ബോട്ടിൽ ആയതുകൊണ്ട് ലൈറ്റ് കയറാൻ സാധ്യത വളരെ കുറവാണ്. ടൈറ്റ് ആയിട്ട് മൂടി എയറിന്റെ സാധ്യതയും കുറവാണ്. അതുകൊണ്ട് ഫോസ്റ്റിൽ ഉണ്ടാവത്തില്ല. ഫോസ്റ്റിൽ പോയിസണസ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ നിങ്ങൾ അറിയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ക്ലോറോഫോമിന് അറിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. റെഫ്രിജറന്റ് ആയിട്ട് ഫ്രീയോൺ. Okay. The major use of chloroform today is the general anesthetic is a production of the freon refrigerant R22. എക്സാം ചോദിക്കാറുണ്ട് ഫ്രീയോൺ ആയിട്ട് അല്ലെ ഫ്രീയോൺ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഈ ക്ലോറോഫോം ആണ്. ഓക്കെ ഫ്രീയോൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന R22 എന്ന് പറയുന്നു. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ പോയിന്റുകൾ ഉണ്ടാവും. നമ്മൾ പ്രധാനമായിട്ട് എക്സാം ചോദിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. എല്ലാം കൂടി വാരി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം ചോദിക്കുന്ന കാര്യം മാത്രം. ഇത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. പഠിക്കാതെ എക്സാമിന് പോകരുത്. വളരെ ഇമ്പോർട്ടന്റ്. പോയിസണസ് ഗ്യാസ് ഏതാന്ന് വെച്ചാൽ അത് ഫോസ്ഫീൻ ആണ്. അതിന്റെ ഫോർമുല എന്താണ്? അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ COCl2 ആണ്. എന്താണ്? COCl2 ആണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്ത ട്രൈക്ലോർ അയോഡോഫോം ഉണ്ട്. അയോഡോഫോമിൽ കൃത്യമായിട്ട് കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അതേപോലെ CCl4 ഇമ്പോർട്ടന്റ് ആണ്. CCl4 എക്സാമിന് ചോദിക്കുമ്പോൾ ക്ലോറോഫോം ഇമ്പോർട്ടന്റ് ആണ്. CCl4 എങ്ങനെ ഉണ്ടാക്കാൻ ചോദിക്കാം? CCl4 അപ്പൊ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സ്വാട്സ് റിയാക്ഷൻ വഴി. അതായത്
അത് എക്സാം ചോദിച്ചിട്ടുണ്ട്, എക്സാം ചോദിച്ചിട്ടുണ്ട്. അതായത് മക്കളെ ഇവിടെ NCERT കൊടുത്തിട്ടുണ്ടോ നോക്കിക്കേ, NCERTന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടോ നോക്കിക്കേ. NCERTന്റെ അകത്ത് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, ഇതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ NCERTന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും, കൊടുക്കാതിരിക്കാൻ വഴിയില്ല. നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. അപ്പൊ നിങ്ങൾ NCERT ഒന്ന് വായിക്കണം, എല്ലാവരും NCERT ഒന്ന് വായിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. CCL4 റിസോഴ്സ്, CCL4 അല്ല, CCL4 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. NCERT ഒന്ന് വായിച്ചാൽ മതി, എല്ലാം കൂടി വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ റീഡ് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓസോൺ ലെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മിനിറ്റ്, ചെറിയൊരു ഹാങ് ഉണ്ട്, അതാണ് മക്കളെ. ഈ പോയിന്റ്, കാർബൺ ടെട്രാക്ലോറൈഡ് റിലീസ്ഡ് ഇൻടു ദി എയർ, ഇറ്റ് റൈസസ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ടോപ്പ് ദി ഓസോൺ ലെയർ. ഡിപ്ലീഷൻ ഓഫ് ദി, അപ്പം കാർബൺ ടെട്രാക്ലോറൈഡ് എന്ത് ചെയ്യണം, നമ്മൾ എയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് റൈസസ് അറ്റ്മോസ്ഫിയർ ആൻഡ് ടോപ്ലെറ്റ്സ് ഡിപ്ലീസ് ഓസോൺ. അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യാണ് ഈ CCL4 നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഡിപ്ലീസ് ഓസോൺ ലെയർ നശിപ്പിക്കുകയും ഡിപ്ലീഷൻ ഓഫ് ദി എന്ത് സംഭവിക്കും, ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ സംഭവിക്കുകയും എന്ത് ചെയ്യും മക്കളെ, അത് ഹ്യൂമൻ എക്സ്പോഷർ, അൾട്രാവയലറ്റ് UV റേസിലേക്കുള്ള എക്സ്പോഷർ കൂട്ടുകയും അങ്ങനെ ലീഡ് ടു ഇൻക്രീസ് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. CCL4 ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഐ ഡിസീസ് ഉണ്ടാവും, ഡിസോർഡർ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ആ കാര്യം. കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയും. മറ്റുള്ള പോയിന്റുകൾ വായിച്ചു നോക്കാം. പ്രൊപ്പലന്റ് ആയിട്ടും റെഫ്രിജറന്റ് ആയിട്ടും മാനുഫാക്ചർ ഓഫ് പ്രൊപ്പലന്റ്, റെഫ്രിജറന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി, വളരെ സിമ്പിൾ ആയ കാര്യങ്ങളാണ്. ഈ ഫ്രിയോൺസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. CCL4 ഇമ്പോർട്ടന്റ് ആണ് ഫ്രിയോൺസ്. അപ്പം ഫ്രിയോൺസും അതേപോലെ DDTയും അതേപോലെ നിങ്ങൾ വായിക്കാൻ പറ്റുന്ന ക്ലോറോഫോമും ആണ്. ഇവിടെ ഫ്രിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് ഫ്രിയോൺ എന്ന് പറഞ്ഞാൽ ഫ്രിയോൺ 12 ആണ്. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, CCl2F2 ആണ്. അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ടെട്രാക്ലോറോമീഥേൻ CCl4 ഉണ്ടാക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത് സ്വാട്സ് റിയാക്ഷൻ. അതായത് CCl4 ആരുണ്ടാക്കും, സ്വാട്സ് റിയാക്ഷൻ ഉപയോഗിച്ച് ആരുണ്ടാക്കും, CCl2F2 ഉണ്ടാക്കും. സ്വാട്സ് റിയാക്ഷൻ അറിയാലോ നിങ്ങൾക്ക്, ഫ്ലോറിൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും, സ്വാട്സ് റിയാക്ഷൻ വഴിയാണ് ആരുണ്ടാക്കുന്നത്, ഫ്രിയോൺസ് ഉണ്ടാക്കുന്നത്. ഫ്രിയോൺ എന്ന് പറയുന്നത് CCl2F2 ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിയോൺ 12 എന്ന് വിളിക്കും, ഫ്രിയോൺ 12. അപ്പം എക്സാം ചോദിക്കും ഫ്രിയോൺ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, ഫ്രം CCl4 ബൈ വിച്ച് മെത്തേഡ്, സ്വാട്സ് റിയാക്ഷൻ. അതിന് വേറെ എന്താണ്, സ്വാട്സ് റിയാക്ഷൻ ആണ്. അപ്പം ഫ്രിയോണിന്റെ ഫോമുല എന്താ, CCl2F2 എന്നാണ്. കാരണം CCl4 2 ക്ലോറിനെ മാറ്റി ഫ്ലോറിൻ കയറിയിരിക്കുന്നു. അല്ലേ, യെസ്, നിങ്ങൾ മനസ്സിലായില്ല. അത് റെഫ്രിജറന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, റെഫ്രിജറന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി അവസാന ഭാഗമാണെന്ത്, നമ്മുടെ ഏറ്റവും എൻഡ്, ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണെന്ത് മക്കളെ, അവസാന ഭാഗമാണെന്ത് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, എന്താണത്, DDT എന്ന് പറയും, DDT. യെസ്, ഓക്കെ അല്ലടാ, എല്ലാരും ഓക്കെ അല്ലേ, യെസ്, DDT. ഓക്കെ, DDT എന്ന് പറയും, DDT. അപ്പം നമുക്ക് പാരാ ഡൈക്ലോറോ ഡൈഫിനൽ ട്രൈക്ലോറോ ഈഥേൻ എന്നാണ് DDT എന്ന് പറയുന്നത്. DDTയുടെ കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്ത് പറയുന്നത്, ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ. അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി വെക്കുക. DDT സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ചോദിക്കുകയാണെങ്കിൽ. അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ 30 ചോദ്യങ്ങളകത്തുണ്ട്. ആ സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് തരാം. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഓരോരുത്തരും ഇതിന്റെ അകത്തുള്ള NCERT ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തിയറട്ടിക്കൽ പോയിന്റുകൾ മാക്സിമം വായിക്കുക. അതേപോലെ നമ്മൾ NCERT ഓരോ പോയിന്റുകളും ചോദ്യങ്ങളും ഒക്കെ ചെയ്യുക. അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അതിന്റെ കോൺസെപ്റ്റുകളും അതേപോലെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഐസോമർസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം. കോൺസെപ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ 30 ചോദ്യം ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളും ചെയ്താലോ, നിങ്ങൾ ഓക്കെ അല്ലേ, ചെയ്യാം, സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, നിങ്ങൾ എല്ലാവരും ഉഷാറായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരും ഉഷാറല്ലേ, എവിടെയല്ലേ, ഉറക്കൊന്നും വരുന്നില്ലല്ലോ. നിങ്ങളിപ്പോ വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അവസാന ലാപ്പിലായിരിക്കും, സീരീസ് അവസാന ലാപ്പിലായിരിക്കും. അപ്പൊ സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓരോ ചോദ്യം നിങ്ങൾ വായിക്കുക, നിങ്ങൾ ആൻസർ പറയാം, നിങ്ങൾ എന്നെ ആൻസർ ചെയ്താൽ മതി. ക്ലോറോബെൻസിൻ ക്യാൻ ബി പ്രിപ്പയർഡ് എന്താണ്, ബൈ റിയാക്ടിങ് അനിലിൻ വിച്ച് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച സിമ്പിൾ സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആൻസർ പറഞ്ഞേ, ക്ലോറോബെൻസിൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് അനിലിൻ വിത്ത്. അപ്പൊ അനിലിൻ എന്താണ് മക്കളെ, അനിലിൻ എന്ത് ചെയ്യും മക്കളെ, അനിലിൻ ഇതാണ് നമ്മൾ അനിലിൻ എന്ന് പറയുന്നത്. അനിലിൻ ആദ്യം എന്ത് ചെയ്യണം, ക്ലോറോബെൻസിൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, ആദ്യം അനിലിൻ എന്ത് ചെയ്യണം, അനിലിൻ ആദ്യം ഡൈ അസോട്ടേസ് റിയാക്ഷൻ നടത്തണം. അതായത് HNO2 റിയാക്ട് ചെയ്യണം.
എന്തുണ്ട് ബെൻസീൻ ഡയസോഡിയം ക്ലോറൈഡ് കിട്ടും N2Cl. ഇനി എന്ത് ചെയ്യും ബെൻസീൻ ഡയസോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യണം മക്കളെ നമ്മുടെ കുപ്രസ് ക്ലോറൈഡ് CuCl2 ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും മക്കളെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറിൻ ഇവിടെ കയറിയിരിക്കും. അപ്പൊ എന്ത് കിട്ടും ആ അപ്പൊ എന്ത് കിട്ടും മക്കളെ നമുക്ക് അവസാനം നമുക്ക് എന്ത് കിട്ടും ക്ലോറോ ബെൻസീൻ കിട്ടും. മനസ്സിലായോ? ഇത് ആദ്യത്തെ റിയാക്ഷൻ ഇതാണ് ഡൈ അസോർട്ടൈസേഷൻ റിയാക്ഷൻ. ഇതെന്താ മക്കളെ സാൻഡ് മയേഴ്സ് റിയാക്ഷൻ. സാൻഡ് മയേഴ്സ് റിയാക്ഷനും അതേപോലെ ഡൈ അസോർട്ടൈസേഷൻ റിയാക്ഷനും ആണെന്ത് അവസാനം നമുക്ക് എന്ത് കിട്ടും ക്ലോറോ ബെൻസീൻ കിട്ടും എന്നുള്ള കാര്യം പറയാം. അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മിഥൈൽ ബ്രോമൈഡ് റിയാക്ട് വിത്ത് AgF to give മിഥൈൽ ഫ്ലൂറൈഡ് ആൻഡ് AgBr. ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് മക്കളെ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന മിഥൈൽ ബ്രോമൈഡ് എന്താണ് മിഥൈൽ ബ്രോമൈഡ് എന്താക്കാണ് മിഥൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കുക മിഥൈൽ ഫ്ലൂറൈഡ്. അപ്പൊ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്ന പരിപാടി ആൽക്കിൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കുന്ന എന്ത് മെത്തേഡാ സ്വാട്സ് ആണ് ഫിംഗർസ്റ്റീൻ ആണോ? സ്വാട്സ് റിയാക്ഷൻ അല്ലേ? സ്വാട്സ് ആണ്. എഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ഫിംഗർസ്റ്റീൻ ഓർക്കരുത്. പകരം എന്താണത് അത് എന്തുണ്ടാക്കാനാണ് ആൽക്കിൽ അയഡോ ഉണ്ടാക്കാനാണ് ഈ പറയുന്ന ഫിംഗർസ്റ്റീൻ ഉള്ളത്. അതേപോലെ സ്വാട്സ് എന്താണ് ആൽക്കിൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനാണ് സ്വാട്സ് ഉള്ളത്. അപ്പൊ ആൻസർ എന്താണ് ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ. ഇതാണ് ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ ആണോ? ഫിംഗർസ്റ്റീൻ അല്ലേ? വേഗം തെറ്റിച്ചു. എന്താണ് സ്വാട്സ് റിയാക്ഷൻ. എന്താണ് സ്വാട്സ് റിയാക്ഷൻ. റെഡി അല്ലേ? യെസ് ദാറ്റ്സ് ദ തിങ്. ഓക്കെ. അപ്പൊ ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ എന്താണ് അയഡോ ബെൻസീൻ അല്ലെങ്കിൽ അയഡോ ആൽക്കിൽ അയഡ് ഉണ്ടാക്കാനാണെങ്കിൽ സ്വാട്സ് എന്താണ് സ്വാട്സ് എന്തിനു വേണ്ടിയിട്ട് മക്കളെ സ്വാട്സ് ഫോർ ഫ്ലൂറോ ആൽക്കിൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ മറക്കാൻ പാടില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ എല്ലാവരും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. കൂടുതലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. പറയുന്ന ഗിവൺ കോമ്പൗണ്ട് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓൾറെഡി പറഞ്ഞാണ്. ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്താണ് നമ്മൾ കാണിച്ചതാണ് ബ്രാഞ്ച് ആണ്. പ്രൈമറിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സെക്കൻഡറി പിന്നെ ടെർഷറി. സോ ഇത് പ്രൈമറി ഇയാൾക്ക് 1 കൂടുതൽ പിന്നെ 3 കൂടുതൽ പിന്നെ 2 കൂടുതൽ. സോ 1 3 2 സിമ്പിൾ. ഇനി അടുത്ത ചോദ്യം ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഇൻ ദ SN2 ഹൈഡ്രോളിസിസ് ഓഫ് ദ ഫോളോവിംഗ് ആൽക്കൈൽ ബ്രോമൈഡ്സ് എന്നാണ് ചോദ്യം. അപ്പം ഇത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് SN2 ആണല്ലോ. SN2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. SN2 മെക്കാനിസം ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്താ SN2 എന്താണ് ആദ്യം ഏറ്റവും കുറവായിരിക്കാണ് മിഥൈൽ ക്ലോറൈഡ് ആൽക്കിൽ മിഥൈലാണ്. പിന്നെ ആർക്കാണ് പ്രൈമറി ടെർഷറി സെക്കൻഡറി പിന്നെ പ്രൈമറി. മിഥൈൽ ഹാലൈഡ് ആണ് ഏറ്റവും കുറവ്. പിന്നെ ആർക്കാണ് പ്രൈമറി പിന്നെ സെക്കൻഡറി പിന്നെ ടെർഷറി സെക്കൻഡറി പ്രൈമറി. ഏറ്റവും കൂടുതൽ ആർക്കാണ് പ്രൈമറിക്കാണ്. SN2 അല്ലേ? SN1 ആണെങ്കിൽ ആർക്കാണ് SN1 ആണെങ്കിൽ ബെൻസൈലിക്ക് അലൈലിക്ക് പിന്നെ ടെർഷറി സെക്കൻഡറി പ്രൈമറി പിന്നെ മിഥൈൽ. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഏറ്റവും മിഥൈൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആലോചിച്ചത് പ്രൈമറിക്കാണ്. പ്രൈമറിയിൽ ആരാ നോക്കിയാൽ മതി. പ്രൈമറി എന്ന് പറയുമ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ അപ്പൊ ഇൻക്രീസ് ഏറ്റവും കുറവ് ആർക്കാണ് മിഥൈലിനാണ്. ഏറ്റവും കുറവ് മിഥൈലിന്. സോറി ഇങ്ങനെയല്ല. ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ മക്കളാർക്കാണ് ടെർഷറിക്ക് പിന്നെ സെക്കൻഡറിക്ക് പിന്നെ പ്രൈമറിക്ക് പിന്നെ മിഥൈൽ. ഇതല്ല ഓർഡർ. ഇതാണ് ഓർഡർ ഉണ്ടാവും മിഥൈൽ ഹാലൈഡ് അല്ലേ? പിന്നെ അതേപോലെ SN1 ആണെങ്കിൽ എന്താണ്ടാവുക SN1 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെർഷറിക്ക് പിന്നെ സെക്കൻഡറിക്ക് പിന്നെ പ്രൈമറിക്ക് പിന്നെ മിഥൈൽ അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പൊ ആൻസർ എന്താവേണ്ടത് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്ടാവുക ഏറ്റവും കൂടുതൽ വരേണ്ടതാണ് മിഥൈൽ ബ്രോമൈഡിനാണ്. പിന്നെ ഉണ്ടാവേണ്ടതാണ് N പ്രൊപ്പൈൽ ബ്രോമൈഡിനാണ്. അതാണ് പ്രൈമറി ആണ്. പിന്നെ ആർക്കുണ്ടാവുക പിന്നെ സെക്കൻഡറിക്കാണ് ഏറ്റവും കുറവ് ടെർഷറിക്കാണ്. ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ 5 അഞ്ചാം ചോദ്യം കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഹാലൈഡ് ഫോർ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. നമ്മൾ NCERT പറയുന്ന സാധനമാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. നമുക്ക് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ കാര്യമാണ്. അതായത് നമുക്കറിയേണ്ട കാര്യം CX ബോണ്ട്. കാരണം ഹാലൈഡുകൾ അതായത് കാർബൺ ഹാലജൻ അല്ലെ കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തനുസരിച്ചാണ് നമ്മൾ ഡീഹൈഡ്രോ ഹാലോജനേഷന്റെ വേഗത ഉണ്ടാവുക. അതായത് CX ബോണ്ടിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുക പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആൽക്കൈൽ ഫ്ലൂറൈഡ് ആൽക്കൈൽ ക്ലോറൈഡ് ആൽക്കൈൽ ബ്രോമൈഡ് ആൽക്കൈൽ അയോഡൈഡ് ഇതിന്റെ സൈസ് കൂടുതൽ ആർക്കാണ് അയോഡിൻ അല്ലേടാ. അപ്പൊ അതിന് ബോണ്ട് ലെങ്ത് കൂടൂലേ? ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് വീക്കർ അല്ലേ? ബോണ്ട് വീക്കർ വിച്ച് മീൻസ് ഈ ബോണ്ട് പെട്ടെന്ന് പൊട്ടും. അപ്പം ആൽക്കൈൽ അയോഡൈഡ് പെട്ടെന്ന് പൊട്ടും. പിന്നെ ആൽക്കൈൽ ബ്രോമൈഡ് മെല്ലെ പൊട്ടുള്ളൂ. അപ്പൊ ഏറ്റവും മെല്ലെ ആരെ പൊട്ടുക ആൽക്കൈൽ ഫ്ലൂറൈഡ്. കാരണം അത് കുറച്ച് സ്ട്രെങ്ത് ഉള്ളതാണ് അല്ലേ? അപ്പം ഓർഡർ ഓഫ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഡീഹൈഡ്രോ ഹാലോജനേഷൻ ബീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം ബീറ്റൻ ഹൈഡ്രോജനും അതേപോലെ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോകണം. ഈ ഹാലജൻ ലീവിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ ലീവ് ചെയ്ത് പോകണമെങ്കിൽ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യണേ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഏതായിരിക്കും പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യുക? RI ആണ് പെട്ടെന്ന് പോവുക. RI ഏറ്റവും കൂടുതൽ പിന്നെ RBR പിന്നെ RCL പിന്നെ RF. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ B ആണ്. മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ദാറ്റ്സ് എ കോൺസെപ്റ്റ്. ഇനി അടുത്ത ചോദ്യം
അടുത്ത ചോദ്യം ഏതാണ് മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോട്ട് എ കൈറാൽ എന്ന ചോദ്യം. കൈറാൽ അല്ലാത്ത ഏതാണ് ചോദ്യം? കൈറാൽ അല്ലാത്ത ഏതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൈറാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ 4 വാലൻസിയും എന്താണ്? ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ്. എ ബി സി ഡി 4 ഡിഫറെന്റ് ആണുള്ളത് കൈറാലാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1 ക്ലോറോ പെന്റീൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 ക്ലോറോ പെന്റീൻ ആദ്യം വരച്ചു വെക്കാം. 1 ക്ലോറോ പെന്റീൻ CH3 CH2 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 1 ക്ലോറോ പെന്റീൻ അല്ലേ? അപ്പൊ ഒന്നിൽ ക്ലോറിൻ ഉണ്ടാകും. സോ CH2Cl ഇതാണ് സാധനം. അപ്പൊ രണ്ടാമത്തെ ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ എന്താണ്? എല്ലാ കാർബണും 2 ഹൈഡ്രജൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരിക്കലും കൈറാൻ ആവത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ എന്തല്ല? കൈറാലല്ല. കാരണം എന്താണ്? അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 4 വാലൻസ് ഡിഫറന്റ് ആണ് മാത്രമേ കൈറാൽ ആവത്തുള്ളൂ. അതുകൊണ്ട് എന്തല്ല? ഇത് കൈറാലല്ല. 2 ക്ലോറോ പെന്റീൻ ജസ്റ്റ് കാണിച്ചു തന്നേക്കാം. 2 ക്ലോറോ പെന്റീൻ ആണെങ്കിൽ 2 ക്ലോറോ പെന്റീൻ ജസ്റ്റ് കാണിച്ചു തന്നേക്കാം. CH3 CH2 CH2 CHCl CH2 CH3 ഇതാണ് 2 ക്ലോറോ പെന്റീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ കൈറാല. കാരണം എന്താ? ഈ കാർബൺ നമ്മൾ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒന്ന് ഹൈഡ്രജൻ ആണ്, പിന്നെ ക്ലോറിൻ ആണ്, പിന്നെ ഇത്രയും വലിയ ഗ്രൂപ്പാണ്, പിന്നെ ഈ ചെറിയ ഗ്രൂപ്പാണ്. 4 ഡിഫറെന്റ് ആണ്. സോ കൈറാലാണ്. സോ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? കൈറാൽ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? കൈറാൽ കണ്ടുപിടിക്കാൻ എന്താ? 4 ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്, എന്താണ്? കൈറാലാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Okay, next question. Which one of the following organohalogen compound, when heated with alcoholic potassium hydroxide, does not undergo dehydrohalogenation reaction എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. ഈ ഡീഹൈഡ്രോഹാലോജനേഷൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ എടുക്കണം, പിന്നെ ഈ ഹാലജനും പോകണം. അപ്പൊ ഹാലജൻ ആണ് ലിവിംഗ് ഗ്രൂപ്പ്. അപ്പൊ എന്ത് പുറത്തോട്ട് പോകണം? HX പുറത്തോട്ട് പോകും. ഡീഹൈഡ്രോഹാലോജനേഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രോഹാലോജനേഷൻ എന്ന് പറയുന്നത് HX പുറത്തോട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബീറ്റയിൽ നിന്നാണ് നിങ്ങൾ എന്തെടുക്കേണ്ടത്? ഹൈഡ്രജൻ എടുക്കുന്നത്. അപ്പൊ ബീറ്റ ഹൈഡ്രജൻ ഉണ്ടാവണം. ബീറ്റ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ എന്ത് നടക്കത്തില്ല? ബീറ്റ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ എന്ത് നടക്കത്തില്ല? ബീറ്റ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ എന്ത് നടക്കത്തില്ല? ബീറ്റ ഹൈഡ്രജൻ ഇല്ല എങ്കിൽ നോ ബീറ്റ ഹൈഡ്രജൻ, നോ എന്ത്? നോ ബീറ്റ ഹൈഡ്രജൻ ആണെങ്കിൽ എന്തില്ല? എന്ത് നടക്കില്ല മക്കളെ? നോ ഡീഹൈഡ്രോഹാലോജനേഷൻ. അതാണ് കോൺസെപ്റ്റ്. ബിക്കോസ് നമ്മൾ എടുക്കുന്ന ഈ ഡീഹൈഡ്രോഹാലോജൻ H എവിടുന്ന വരുന്നത്? ബീറ്റയിൽ നിന്നാണ്. ബീറ്റ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ എന്തില്ല? ഡീഹൈഡ്രോഹാലോജനേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ബീറ്റ ഹൈഡ്രജൻ ഇല്ലാത്ത ആ ഒരു കോമ്പൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിയോപെന്റൽ ക്ലോറൈഡ് സ്ട്രക്ചർ അറിയാൻ നിങ്ങൾക്ക്. നിയോപെന്റൽ ക്ലോറൈഡ് ഒന്ന് വരച്ചു നോക്കിയേ. നിയോപെന്റൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. നിയോപെന്റൽ എന്ന് പറയുമ്പോൾ ഇതാണ് നിയോപെന്റൽ എന്ന് പറയുന്നത്. അത് 5 കാർബൺ ഉണ്ടാവും. 5 കാർബൺ അതിലെന്താണ്? എൻഡിലുള്ള കാർബൺ, അതായത് മൊത്തം 5 കാർബൺ ഉണ്ടാവും. 1 2 3 4 5 എൻഡിലുള്ള കാർബണിലാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. എന്തുമായിട്ട്? നിയോപെന്റൽ ഗ്രൂപ്പ്. അത് നിയോപെന്റൽ ഗ്രൂപ്പാണ്. ഇവനാണ് ക്ലോറിനുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. സോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആൽഫ കാർബൺ, ഇത് ബീറ്റാ കാർബൺ അല്ലേ? ഇതാണ് ബീറ്റാ കാർബൺ. നിങ്ങൾ നോക്കിക്കേ, ഈ ബീറ്റാ കാർബൺ എന്തുണ്ട്? മൊത്തം വാലൻസി കംപ്ലീറ്റ് അല്ലടാ. മൊത്തം 4 വാലൻസി കംപ്ലീറ്റ് അല്ലേ? ഇനി ഹൈഡ്രജൻ അവിടെ ഉണ്ടാവോ? ഇല്ല, ഒരു ഹൈഡ്രജനും കാണത്തില്ല. സോ ബീറ്റാ കാർബൺ എന്തില്ല? ഹൈഡ്രജൻ ഇല്ല. സോ ആൻസർ എന്താണ്? നിയോപെന്റൽ ക്ലോറൈഡ് ആണ്. നിയോപെന്റൽ ക്ലോറൈഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്, SN1 reaction, the order of reactivity of halo alkanes എന്നാ ചോദിക്കും. SN1 അല്ലേടാ? SN1. അപ്പൊ എന്താ? ഏതായാലും കൂടുതലുണ്ടോ? ടെർഷറി അല്ലേ? യെസ്. SN1 ടെർഷറി ആണ്. മനസ്സിലായി, കൂടി വരും ടെർഷറി ആണ്. പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി ആണ്. സിമ്പിൾ. വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. ഫോളോയിങ് റെപ്രസെന്റ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്താ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായി കൂടി ചേർന്നാൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ആൽക്കേൻസ് കിട്ടുന്നതിനാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഫിറ്റിക് റിയാക്ഷൻ എന്താണ്? 2 അറൈൽ ഹാലൈഡ് കൂടി ചേർന്ന് ബൈഫിനൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ഇനി ആൽക്കിൽ ഹാലൈഡും അതേപോലെ അറൈൽ ഹാലൈഡ് കൂടി ചേർന്ന് എന്ത് കിട്ടും? നമുക്ക് ഇതുപോലെ സ്ട്രക്ചർ, അതായത് നമുക്ക് ഒരു ബെൻസീൻ റിങ്ങും അതിന്റെ മുകളിൽ എന്ത് കിട്ടുകയാണ്? നമുക്ക് ഇതും കിട്ടും. ഇപ്പൊ നമ്മളിവിടെ CH3Cl ആണ് എടുത്തതെങ്കിൽ നമുക്ക് എന്ത് ടൊളിവിങ് കിട്ടും. അപ്പം ഇതാണ് കോൺസെപ്റ്റ്. വുഡ്സ് ഫിറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഒരു ആൽക്കിൽ ഹാലൈഡും അറൈൽ ഹാലൈഡും കൂടി ചേർന്നതാണ്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. അങ്ങനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് അറൈൽ ഹാലൈഡ് ആണ്, ഇത് ആൽക്കിൽ ഹാലൈഡ് ആണ്. അപ്പൊ ആൻസർ എന്താണ്? നമുക്ക് ടൊളിവിങ് കിട്ടും. ഇതാണ് ആൻസർ. ഇതാണ് വുഡ്സ് ഫിറ്റിക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പെയർസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു ചോദ്യമാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. പണ്ടൊക്കെ നമ്മൾ APMT ചോദിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് കറക്റ്റ്ലി മാച്ച്ഡ്. അപ്പൊ ആൽക്കിൽ ഹാലൈഡും അതേപോലെ സിൽവർ ഹൈഡ്രജൻ, ഇതെങ്ങനെ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്താണ്? ഓപ്ഷൻ എലിമിനേഷൻ നോക്കാം. അതായത് നമുക്ക് അറിയുന്ന സാധനം ആദ്യം എഴുതാം. നമുക്ക് അറിയുന്നത് എന്താണ്? ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് സോഡിയം എന്ത് ഫോം ചെയ്യും? ആൽക്കിൻ ഫോം ചെയ്യും. ഇതിന് വിളിക്കുന്ന പേര് എന്താ? വുഡ്സ് റിയാക്ഷൻ. ഇത് കറക്റ്റ് അല്ലേ? അപ്പൊ 4ാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ എ എന്താ? 1 അലോൺ. അപ്പൊ തെറ്റാ. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ബി 1 and 2 അതും തെറ്റാ. ഓപ്ഷൻ സി 2 and 3 അതും തെറ്റാ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്ത്? 2 and 4 എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയില്ല, എലിമിനേറ്റ് കിട്ടിയില്ല എങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? അതുകൊണ്ട് പറഞ്ഞു. എലിമിനേഷൻ ബാക്കി 3 സംഭവം അറിയത്തില്ലെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്ഷൻ ഇങ്ങനെയല്ല വന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അതായത് ആൽക്കൈൽ ഹാലൈഡ്, 2 റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കൈൽ ഹാലൈഡ്
സിൽവർ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ നമ്മൾ വിചാരിക്കുക എന്താണ് ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യുന്നത്. പക്ഷെ ആൽക്കൈൽ സയനൈഡ് അല്ല ഫോം ചെയ്യുക. പകരം എന്താണ് ആൽക്കിൽ ഐസോ സയനൈഡ് RNC ആണ് ഫോം ചെയ്യുക. ആൽക്കൈൽ ഐസോ സയനൈഡ് കാർബോലമൈൻ റിയാക്ഷൻ പഠിച്ചു ആ സാധനം തന്നെ ആൽക്കൈൽ ഐസോ സയനൈഡ് ആണ് ഫോം ചെയ്യുക. അതേപോലെ ആൽക്കൈൽ ഹാലൈഡ് നിങ്ങൾ നേരെ മറിച്ച് KCN ആണ് എടുക്കുന്നതായിരിക്കും. KCN HCN ആരെങ്കിലും ആവട്ടെ NaCN ആരെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ഫോം ചെയ്യുക RNC ആണ് ഫോം ചെയ്യുക. അതായത് ആൽക്കൈൽ RNC RCN അതായത് ആൽക്കൈൽ സയനൈഡ് ആണ് ഫോം ചെയ്യുക. സിമ്പിൾ ആണ്. സിൽവർ സയനൈഡുമായിട്ടാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യണമെങ്കിൽ നേരെ തിരിഞ്ഞു വരും. അതായത് ആൽക്കൈൽ ഐസോ സയനൈഡ് ഫോം ചെയ്യും. നേരെ മറിച്ച് ബാക്കി എല്ലാ സയനൈഡുകളും ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക ആൽക്കൈൽ സയനൈഡുകൾ ഉണ്ടാവും. സിൽവർ സയനൈഡ് ആണെങ്കിൽ ആൽക്കൈൽ ഐസോ സയനൈഡ് ആണ് ഫോം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അതേപോലെ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ സിൽവർ ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ എന്താ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ഫോം ചെയ്യും ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുക. അപ്പം ഒന്നാമത്തെ തെറ്റാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇപ്പൊ 2 and 4 ആർ കറക്റ്റ് ആൻസർ. അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇൻ കേസ് ഇനി എക്സാമ്പിൾ നമുക്ക് കിട്ടിയില്ല നമ്മൾ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ എന്ന മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് കൃത്യമായിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ് when 2-methyl butyl 1 is heated with the constant hydrochloric acid 1-chloro 2-methyl butane is obtained എന്നാണ് ചോദ്യം. ഓക്കെ, this reaction is an example of ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല നോട്ട് ചെയ്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക്കൽ ഐസോമർസുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എന്താണ് റിട്ടൻഷൻ, ഇൻവേർഷൻ, അസിമൈസേഷൻ ആൻഡ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന സാധനം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അതില്ല, സംഭവമില്ല. അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്ന സാധനമാണ്. റിട്ടൻഷൻ, അതേപോലെ ഇൻവേർഷൻ, അസിമൈസേഷൻ, ഈ 3 സാധനങ്ങളുണ്ട്. ഇനി ഈ സംഭവം എന്താണ് പ്രത്യേകത? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം സ്ട്രക്ചർ വരയ്ക്കുന്നത് 2-methyl butane 1 ആണ്. 1 2 3 4 രണ്ടിൽ എന്തുണ്ട് മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2-methyl ഉണ്ട്. ഒന്നിൽ എന്തുണ്ട് OH ഉണ്ട്, 2-methyl butane 2 ആണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത് 2-methyl butane 2 എന്ന് പറയുന്നത്. ഇയാൾ എന്ത് ചെയ്യാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് എന്താ ഉണ്ടാവുന്നത് പറയുന്നത് 1-chloro 2-methyl butane ഉണ്ടാവുന്നു. അതായത് 1-chloro ഒന്നിൽ ക്ലോറിൻ ഉണ്ട്, അതേപോലെ 2-ൽ മിഥൈൽ ഉണ്ട്. ഓക്കെ, ഒന്നിൽ ക്ലോറിൻ 2-ൽ മിഥൈൽ ഉണ്ട് അല്ലേ, 2-ൽ മിഥൈൽ, ബാക്കി വാലൻസ് സെയിം ആണ്. ഇവിടെ മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ ഇവിടെ കോൺഫിഗറേഷൻ മാറിയിട്ടൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഒന്നും സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ സ്ട്രക്ചർ മാറിയിട്ടില്ലടാ. ഇവിടെ സ്ട്രക്ചർ മാറിയിട്ടില്ല. ഇവിടെ പ്ലസും മൈനസും മാറി എന്നല്ലാതെ സ്ട്രക്ചർ മാറിയിട്ടില്ല. എന്റെ അർത്ഥം റിട്ടൻഷൻ ആണ്. അതായത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, മാറിയിട്ടില്ല. ഇവിടെ റിട്ടൻഷൻ ആണ്. അതായത് സെയിം ഇവിടെ OH എവിടെയാണോ അവിടെ തന്നെയാണ് OH ഇപ്പോഴും ഉള്ളത്. എവിടെയാണോ അവിടെ തന്നെയാണ് സീൽ ഉള്ളത്, മാറിയിട്ടില്ല. അതെന്താ റിട്ടൻഷൻ ആണ്. ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്യണമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് റിട്ടൻഷൻ ആണ്. ഓക്കെ, റിട്ടൻഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. മനസ്സിലായിട്ടുണ്ടോ? യെസ്, ദാറ്റ്സ് ദ തിങ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ഓക്കെ അല്ലേ? ഓക്കെ എന്ന് മനസ്സിലാവുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽക്കിൽ ഹാലൈഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ആൽക്കഹോൾ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ് ആൽക്കിൽ ഹാലൈഡ് നമ്മൾ സിംഗിൾ ആയിട്ട് എന്ത് ചെയ്യാണ് ഇതേപോലെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്, നമ്മുടെ ആൽക്കഹോൾ ആക്കി മാറ്റുവാണ്. അപ്പം അവിടെ എന്ത് സംഭവം, ഹാലൈഡിനെ നേരെ മാറ്റി ആര് കയറിയിരിക്കുകയാണ്, OH ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സിമ്പിൾ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. 1-chloro butane ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാഷ്യം ഗിവ്സ് അല്ലെ. 1-chloro butane എന്ന് പറയുമ്പോൾ എന്താണത്, ക്ലോറോ ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച് കാണിച്ചു തരാം. CH3 CH2 CH2 CH2Cl ആണ്. നമ്മൾ ആൽക്കഹോളിക് KH എന്ന് പറയുമ്പോൾ എന്താ മക്കളെ സംഭവം, അത് വളരെ സിമ്പിൾ. എന്താ ആൽക്കഹോളിക് KH, അവിടെ ബീറ്റ എലിവേഷൻ നടക്കും. അപ്പോൾ ഇത് ആൽഫ ഗ്രൂപ്പ്, ഇത് ബീറ്റ ഗ്രൂപ്പ്. എന്ത് ചെയ്യും മക്കളെ, ഇവിടുന്ന് HCl പുറത്തോട്ട് പോകും, ഇവിടുന്ന് H ഉം Cl പുറത്തോട്ട് വരും, ബാക്കി ആരുണ്ടാവും, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ എന്നിട്ട് ആൻസർ CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. അയാൾ വിളിക്കുന്ന പേരെന്താ, ബ്യൂട്ടവണ്ണീൻ അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയും, അല്ലെങ്കിൽ 1 ബ്യൂട്ടി എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡയറക്റ്റ് ചോദ്യം, ഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൽക്കഹോളിക് KH എന്ന് കാണുമ്പോൾ അല്ലെ ആൽക്കഹോളിക് പൊട്ടാഷ്യം എന്ന് കാണുമ്പോൾ അത് ബീറ്റ എലിമിനേഷൻ ആണ്, അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന കാര്യം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി ക്ലോറോബെൻസീൻ ഓൺ ട്രീറ്റ്മെന്റ് സോഡിയം ഡ്രൈ എതർ ഗീവ്സ് ഡൈഫിനൈൽ. ദ നെയിം ഓഫ് ദി റിയാക്ഷൻ ഇസ് നോൺ ആസ്, എന്താ നെയിം, യെസ്, ഫിറ്റിക് റിയാക്ഷൻ. എന്താണ് ഫിറ്റിക് റിയാക്ഷൻ എന്നാണ് ആൻസർ. ഫിറ്റിക് റിയാക്ഷൻ. റെഡി അല്ലേ? ഫിറ്റിക് റിയാക്ഷൻ. പിന്നെ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the ease of dehydrohalogenation of alkyl halide with alcoholic KOH is എന്നാണ് ചോദ്യം. അതായത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണിത്, മാർക്ക് ചെയ്ത് വെക്കാം. അതായത് നമുക്കറിയാം ടെർഷറി ഹാലൈഡ് എടുക്കാം. ടെർഷറി ആൽക്കഹോൾ ഹാലൈഡ് എടുക്കാന്ന് വിചാരിക്കും. ഇത് ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യുന്നു, ആൽക്കഹോളിക് KOH. അപ്പൊ എന്താ സംഭവിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് നമുക്ക് ഇങ്ങനെ ഹാലജൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഹാലജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിപാടി, ഹാലജൻ റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ലേ, ഫോം ചെയ്യും, ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യില്ലേ. അതിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും,
ഹാലോജേഷന്റെ വേഗത കൂടും. അതായത് ഇപ്പൊ ഞാൻ ഹാലോജേഷൻ ഡീഹൈഡ്രോ ഹാലോജേഷൻ നടത്തി എന്ന് വിചാരിക്കും. ഞാൻ ഡീഹൈഡ്രോ ഹാലോജൻ നടത്തി കഴിഞ്ഞാൽ ആൽക്കിൻ ഹാലൈഡും ഡീഹൈഡ്രോ ഹാലോജൻ നടത്തി, അതായത് ആൽഫ അത് ഇങ്ങനെയല്ല ഒരു മിനിറ്റ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ആൽഫ ആണ്, ആൽഫ ബീറ്റ. ബീറ്റ ഹൈഡ്രജനും ഈ എച്ച് എക്സ് കൊണ്ട് പുറത്തോട്ട് പോയി, മൈനസ് എച്ച് എക്സ് പുറത്തോട്ട് പോകും. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3 CH3, ഇവിടെ ഒരു CH2 ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഇല്ലടാ, ഈ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റിയെ നോക്കിയിട്ടായിരിക്കും എന്ത് പറയാം, നമ്മൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രോ ഹാലോജൻ നടക്കും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പം സ്റ്റെബിലിറ്റി ഓഫ് എന്താണ്, ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ ആ ഡീഹൈഡ്രോ ഹാലോജൻ നടക്കാനുള്ള സാധ്യതയും കൂടുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കോമൺ സെൻസ് ആണ്. ഇപ്പം ഇപ്പൊ ഉണ്ടാകുന്ന എന്താണ്, ആൽക്കീൻ അല്ലേ? അപ്പൊ മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ ആണ് മേജർ പ്രൊഡക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടാവും. മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ ആണെന്ത്, മോർ സ്റ്റേബിൾ. മോർ സ്റ്റേബിൾ. ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്, അറിയാത്തവർ എഴുതി വെക്കുക. മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ ആണെന്ത്, മോർ സ്റ്റേബിൾ. അപ്പം നിങ്ങൾ ടെർഷറി എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. അപ്പൊ ടെർഷറി കാണുന്നത് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക, അതുകൊണ്ട് എന്താണ് മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഡീഹൈഡ്രോ ഹാലോജൻ കിട്ടുന്ന പ്രൊഡക്റ്റ് സ്റ്റെബിലിറ്റി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏതാണ് ആൻസർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ടെർഷറിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉണ്ടാവുക. ഇനി കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി. റെഡി അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദി ഹാലൈഡ് ethyl chloride, isopropyl chloride and benzyl chloride and in SN1 reaction. നിങ്ങൾ SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ SN1 അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാണുന്ന കാർബോക്കേറ്റൻ ഏതാണ്? ബെൻസൈൽ കാർബോക്കേറ്റൻ അല്ലേ? അപ്പൊ അത് ഉറപ്പിച്ചു, ഓപ്ഷൻ 3 ആണ് ഫസ്റ്റ്. അപ്പം ആൻസർ കിട്ടി. ബാക്കി കൂടെ നോക്കിയേക്കാം. ഇനി അതേപോലെ ഐസോപ്രോപ്പൈൽ ക്ലോറൈഡും ഉണ്ട്, അതേപോലെ ആരും ഉണ്ട്, നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈഥൈൽ ക്ലോറൈഡും ഉണ്ട്. ഐസോപ്രോപ്പൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി ആണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്. അപ്പൊ സെക്കൻഡറി കഴിഞ്ഞാൽ പ്രൈമറി, ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. റെഡി അല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ഓഫ് മിഥൈൽ ബ്രോമൈഡ് വിത്ത് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻവോൾവ്സ്. മിഥൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിഥൈൽ ബ്രോമൈഡ് എന്ന് വെച്ചാൽ പ്രൈമറി ആണ്, പ്രൈമറി ഹാലൈഡ് ആണ്, പ്രൈമറി ആൽക്കലി ഹാലൈഡ് ആണ് മിഥൈൽ ബ്രോമൈഡ് എന്ന് പറയുന്നത്. പ്രൈമറി ആണ്, പ്രൈമറി അല്ലെങ്കിൽ മിഥൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈമറി എന്ന് പറയാൻ പറ്റില്ല, മിഥൈൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. ഇനി ഇയാള് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആളല്ലേ SN1 അക്വസ് എൻവയോൺസുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കും. ഓക്കെ, വിചാരിച്ചോ. ഇപ്പൊ എന്താണ് അത് SN1 ആണ് SN2 ആണോ? മിഥൈൽ ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ മിഥൈൽ ബ്രോമൈഡ് അക്വസ് എൻവയോൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നടക്കുക? ഇൻവേർഷൻ ഓഫ് ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം, പ്രൈമറി അല്ല, ഇത് പ്രൈമറി എന്ന് വിചാരിച്ചു, പ്രൈമറി ആണ്. പ്രൈമറി ആണെങ്കിൽ എന്താ നടക്കുക? പ്രൈമറി ആണെങ്കിൽ അവിടെ SN1 SN2 നടക്കുക. ആലോചിക്ക്, SN2 അല്ലേ? SN2 എന്താ ഉണ്ടാവുക? ഈ മിഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മിഥൈലും അല്ലെങ്കിൽ പ്രൈമറി ഒക്കെ എന്താണ്, ആർക്കാ സ്റ്റെബിലിറ്റി കൂടുതൽ? SN1 അല്ലേ? ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, മിഥൈൽ, ഇതാണ് SN2 ഓർഡർ, SN1 ഓർഡർ. ഇനി SN2 ഓർഡർ എന്താണ്? ഏറ്റവും കൂടുതൽ മിഥൈലിന്, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി, ഏറ്റവും കൂടുതൽ ടെർഷറി, ഇങ്ങനെ ഉണ്ടാവും അല്ലെ? അപ്പൊ മിഥൈൽ പറഞ്ഞില്ലെങ്കിൽ പ്രൈമറി ആക്കി എടുത്താൽ മതി. ഓക്കെ അല്ലെ? അപ്പൊ ഇത് മിഥൈല, അപ്പൊ പ്രൈമറി പോലെ തന്നെ കൂട്ടിക്കോ. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന എന്ന് വെച്ചാൽ ഇവന് SN2 നടക്കുക, SN2 നടക്കും. SN2 ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന SN2 ആയിരിക്കും. SN2 ആയിരിക്കും. ഇനി SN2 തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇൻവേർഷൻ ആണോ റെസിമൈസേഷൻ ആണോ? ഇൻവേർഷൻ അല്ലേ? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ദാറ്റ്സ് ആൻസർ. വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് നിങ്ങൾ. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് when chloroform is left open എന്താണ്? ലെഫ്റ്റ് ഓപ്പൺ ഇൻ എയർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ത് സംഭവിക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടാകും, എ പോയിസണസ് ഗ്യാസ് ഇസ് ഫോംഡ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീയോൺ 12 ഈസ് മാനുഫാക്ചർ ഫ്രം ദ ടെട്രാക്ലോറമിഥൈൻ ബൈ, ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു നിങ്ങൾ എങ്ങനെയാണ്, ബൈ സ്വാട്സ് റിയാക്ഷൻ ആണ് അല്ലെ? CCl4ലേക്ക് നമ്മൾ സ്വാട്സ് റിയാക്ഷൻ നടത്തുന്നു. അപ്പൊ എന്നിട്ട് നമുക്ക് സ്വാട്സ് റിയാക്ഷൻ ആണ്, സ്വാട്സ് റിയാക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? CCl2F2 കിട്ടും. ഇതാണ് എന്ത് ഫ്രീ ആണെന്ന് പറയുന്നത്. അല്ല, മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ്, ദ ഓർഗാനിക് ഹാലജൻ കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ് ഇൻ ദ എയർ കണ്ടീഷൻ എന്താണ് മക്കളെ? ഫ്രീയോൺ ആണ് മക്കളെ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ഫോർമുല ഫോർസ്റ്റീൻ ഈസ് എന്താണ്? COCl2 ആണ് ഫോർസ്റ്റീൻ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്, COCl2. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്, ഒരു കുഴപ്പമില്ല, സിമ്പിൾ ആണ്. അടുത്തത്, ക്ലോറോബെൻസീൻ ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറ ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസ്റ്റന്റ് എഫിക്കസി ഗീവ്സ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ DDT പഠിപ്പിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറും കാര്യം പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നെ കൂടെ നോട്ട് ചെയ്യുക. അതായത് മക്കളെ, നിങ്ങൾ എടുക്കുന്നത് ക്ലോറാലാണ്. എന്താ ക്ലോറാൽ എന്ന് പറഞ്ഞാൽ? ക്ലോറാൽ എന്ന് പറഞ്ഞാൽ CCl3CHO ആണ്. ആൽഡിഹൈഡ് ആണ് ക്ലോറാൽ. ഇവൻ ആരുമായി റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്? ആരുമായിട്ടാ? ശ്രദ്ധിക്കണേ,
ക്ലോറോബെൻസിനുമായിട്ടാണ്. ക്ലോറോബെൻസിൻ നിങ്ങൾ ആദ്യം ക്ലോറോബെൻസിൻ. ഇതാണ് ക്ലോറോബെൻസിൻ. ക്ലോറോബെൻസിൻ. ഇത് മറ്റൊരു ക്ലോറോബെൻസിൻ. ഇത് അടുത്തൊരു ക്ലോറോബെൻസിൻ. അപ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാകും. അതേപോലെ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ടാകും. ഈ 2 ഹൈഡ്രജനും അതേപോലെ ഈ ഓക്സിജൻ കൂടി ചേർന്ന് വാട്ടർ അങ്ങ് പുറത്തോട്ട് പോകും. അതിന് വാട്ടർ അങ്ങ് പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ടാവും? ബാക്കിയുള്ളവരെ നിങ്ങൾ നേരെ ക്ലബ് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് ആണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ വെള്ളം പുറത്തോട്ട് പോയി. മൈനസ് വാട്ടർ. ബാക്കി ക്ലബ് ചെയ്താൽ മതി. CCl3 CH. ബാക്കിയുള്ള ആൾ നിങ്ങൾ നേരെ വരച്ചതിന് ഉത്തരമായി ആൻസർ ആയി. ഈ സെക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഈ സെക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഈസ് നോൺ ആസ് DDT എന്ന് വിളിക്കുക. DDT എന്ന് പറയും. DDT. ആൻസർ എന്താണ്? ക്ലോറോബെൻസിൻ ഹീറ്റ് വിത്ത് ക്ലോറൈൻ പ്ലസ് ഓഫ് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് DDT ആണ്. എന്താണ് ആൻസർ? DDT എന്ന് പറയും. ഇപ്പോൾ മനസ്സിലായ മക്കളെ? ഓക്കെ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound that does not undergo hydrolysis by SN1 mechanism is. SN1 മെക്കാനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് പോകേണ്ടത് എന്താണ്? SN1 മെക്കാനിസം എന്ന് പറയുമ്പോൾ അവിടെ കാർബോകൈനൽ സ്റ്റെബിലിറ്റി നോക്ക്. കാർബോകൈനൽ സ്റ്റെബിലിറ്റി എന്താണ്? കാർബോകൈനൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആണ് അല്ലെ? കാർബോകൈനൽ അല്ലെ, ഇതാണ് ഓർഡർ. നമ്മൾ പറയുന്നത് കാർബോകൈനൽ സ്റ്റെബിലിറ്റി ഓർഡർ ഇതാണ്. ഇനി SN1 മെക്കാനിസം എന്താണ് ആക്ച്വലി നടക്കുന്നത്? കാർബോകൈനൽ സ്റ്റെബിലിറ്റി അടിസ്ഥാനത്തിലല്ലേ? അതാണ് കറക്റ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് സ്റ്റേബിൾ അല്ലാത്ത ആള് എന്ത് ചെയ്യില്ല? ഹൈഡ്രോളിസിസ് നടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബെൻസീൻ റിങ്ങിന്റെ മുകളിലുള്ള ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്ലോറിൻ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കത്തില്ല? ഇവിടെ ഉണ്ടാവുന്ന ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ കാർബോഹൈഡ്രേറ്റ് എന്തല്ല? സ്റ്റേബിൾ അല്ല. കാരണം എന്താ? സ്റ്റേബിൾ അല്ല. കാരണം നിങ്ങൾ റെസൊണൻസിന്റെ കാര്യം പറഞ്ഞു. റെസൊണൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് സ്റ്റേബിൾ അല്ല. നേരെ മറിച്ച് ഇങ്ങനെ ആയിരുന്നു ഭയങ്കര സ്റ്റേബിൾ ആയിരുന്നു. എങ്ങനെ? ഇതായിരുന്നു എങ്കിൽ ഇവിടെ പോസിറ്റീവ് എന്നവിടെ ഹൈലി സ്റ്റേബിൾ ആയിരുന്നു. ഇതെന്തല്ല? സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? റെസൊണൻസ് അറയിൽ കാർബോഹൈഡ്രേറ്റ് എന്തല്ല? സ്റ്റേബിൾ അല്ല എന്ന കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പൊ ഇതെന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഉണ്ടാവും. ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? കോമ്പൗണ്ട് Q ഈസ് എന്നാണ്. Q എന്താണ് ചോദ്യം? ഈ Q ആണ്. ഇത് Q ഉണ്ട് ഇവിടെ. Q എന്താ ചോദ്യം? ഇതെന്താ? ഡൈഅസോട്ടേഷൻ അല്ലേ? അപ്പൊ എന്ത് നിങ്ങൾക്ക് ഡൈഅസോട്ടേഷൻ റിയാക്ഷൻ ആകുമ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോപ്പർ പൗഡർ ഗെറ്റർമൻ റിയാക്ഷൻ ആണ്. കോപ്പർ പൗഡർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും മക്കളെ? ഇൻ പ്രശ്നം Br ആണ്. സോ ഇവിടെ ആര് കയറിയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും. യുവർ ആൻസർ വിൽ ബി ബ്രോമോബെൻസീൻ. യുവർ ആൻസർ വിൽ ബി ബ്രോമോബെൻസീൻ. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടി ഉണ്ട് അല്ലേ? ഓക്കെ ഫൈൻ. The butane nitrile is formed by reaction of KCN with butane nitrile എന്ന് പറയുന്നത് butane nitrile എന്ന് പറയുമ്പോൾ മക്കൾ സിമ്പിൾ ആണ്. butane nitrile എന്ന് പറയുമ്പോൾ CH3. അപ്പം butane nitrile is formed by reaction with KCN. അപ്പൊ ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് butane nitrile എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ആദ്യം വരച്ചു വെച്ചോ നിങ്ങൾ. CH3 CH2 CH2 CN അല്ലെ? ഇതാണ് butane nitrile എന്ന് പറഞ്ഞാൽ. ഇപ്പൊ KCN-യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അങ്ങ് butane nitrile കിട്ടണമെങ്കിൽ നിങ്ങൾ നോക്കിയേ 3 കാർബൺ ആൾ എടുത്താൽ പോരെ? 3 കാർബൺ എടുത്താൽ മതി. അപ്പൊ 3 കാർബൺ ആരാണ്? പ്രൊപ്പൈൽ ആൽക്കഹോൾ ഉണ്ട്, പ്രൊപ്പൈൽ ക്ലോറൈഡും ഉണ്ട്. നിങ്ങൾ പ്രൊപ്പൈൽ ക്ലോറൈഡ് എടുക്കുമ്പോൾ CH3 CH2 Cl ആണ് അല്ലെ? ഇയാൾ നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യാണ്? KCN ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ Cl ഇവിടെ കയറി നിൽക്കും. അപ്പൊ എന്ത് നിങ്ങൾക്ക്? CH3 CH2 Cl. അപ്പൊ എന്ത് കിട്ടും? പ്രൊപ്പൈൽ ബ്യൂട്ടാൻ നൈട്രൽ കിട്ടും. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മക്കൾ റെഡി അല്ലേ? ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർഡർ ഓഫ് നല്ല ചോദ്യമാണ്. നല്ല ചോദ്യം. വളരെ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്ത് വെക്കുക, പഠിക്കാം. ഓക്കെ, എല്ലാവരും മാർക്ക് ചെയ്ത് വെക്ക്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണിത്. മാർക്ക് ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് വെക്കുക. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ദ കോമ്പൗണ്ട് എന്ന ചോദ്യം. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ആണ്. നീറ്റ് എക്സാം ചോദിക്കാൻ ചാൻസ് ചോദ്യം. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ പോവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന്റെ റിയാക്ടിവിറ്റിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺ വിത്ഡ്രോവിംഗ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? റിയാക്ടിവിറ്റി എന്ത് ചെയ്യും മക്കളെ? കൂടാണ് ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ റിയാക്ടിവിറ്റി കുറയാണ് ചെയ്യുക. ഇതെന്താ സാർ അങ്ങനെയെന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞുതരാം. ഇലക്ട്രോൺ വിത്ഡ്രോവിംഗ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ ന്യൂക്ലിയോഫൈൽ അല്ലേ? ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് ചാർജ്. അപ്പൊ റിംഗിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിലാണ് പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? റിയാക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ വിത്ഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇങ്ങനെ വലിക്കുക ചെയ്യുക. അപ്പൊ റിംഗിൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് അളവ് കൂടും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ റിംഗിൽ നെഗറ്റീവ് ചാർജ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ന്യൂക്ലിയോഫൈൽ വരാൻ ഇഷ്ടപ്പെടില്ല.
പെടൂല. സോ ആൻസർ എന്താണ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ റിയാക്ടിവിറ്റി കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ റിയാക്ടിവിറ്റി കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് നോക്കിയാൽ മതി. പ്ലസ് ഐ ഗ്രൂപ്പുകൾ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാ. പ്ലസ് പ്ലസ് ഐയും അതേപോലെ പ്ലസ് എം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ മൈനസ് ഐ മൈനസ് എം എന്താ? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് NO2 NO2 3 അതായത് 3 എന്തുണ്ട്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. രണ്ടല്ല, ഇവിടെ 3 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. ഇതേപോലെ എന്തുണ്ട്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒന്നാണുള്ളത്. ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇത് ഭയങ്കര സ്ട്രോങ് പ്ലസ് ഐ പ്ലസ് എം കാണിക്കുന്നവരായതുകൊണ്ട് തന്നെ മൈനസ് എം കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് റിയാക്ടിവിറ്റി കൂടുതലുണ്ടാവും. സോ ആൻസർ എന്താണ്? ആൻസർ 4 ആണ് ഫസ്റ്റ് വരിക. 4 ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? പിന്നെ 3 ഉണ്ടാവും, പിന്നെ 2 ഉണ്ടാവും, അങ്ങനെ പിന്നെ എന്തായിരിക്കും? 1 ഉണ്ടാവും. അപ്പൊ 4 3 2 1 ആണ് ആൻസർ ഉണ്ടാവും. 4 3 2 1 ഇതാണ് ആൻസർ. അപ്പൊ മനസ്സിലായോ? മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്, സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ദ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലീസ്റ്റ് സോലിബിലിറ്റി? ഞാൻ ചോദിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ള ആള്, മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കൂടുതൽ, പക്ഷെ സോലിബിലിറ്റി വളരെ കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ അതിന്റെ പാരക്ക, നമ്മളോട് പറഞ്ഞ അതിന്റെ ലാറ്റിസ് പിന്നെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമെട്രി ഭയങ്കര അടിപൊളിയാണ്. ആർക്ക്? പാരാഡൈ ക്ലോറോബെൻസിൻ, പാരാഡൈ ക്ലോറോബെൻസിൻ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പാരാഡൈ ക്ലോറോബെൻസിൻ ഭയങ്കര എന്താണ്? ഭയങ്കര മെൽറ്റിംഗ് പോയിന്റ് ആണ്, പക്ഷെ അതിന്റെ സോലിബിലിറ്റി വളരെ കുറവാണ്. അതാണ് ആൻസർ ഉണ്ടാവുക, പാരാഡൈ ക്ലോറോബെൻസിൻ. ഓക്കെ, പാരാഡൈ ക്ലോറോബെൻസിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് SN2 റിയാക്ടിവിറ്റീസ് എന്നാണ്. SN2 ലുള്ള റിയാക്ടിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ നല്ല ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. മാർക്ക് ചെയ്ത് വെക്കണം, മാർക്ക് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എയറോമ ഇൻക്രീസിംഗ് ഓർഡർ, ഇൻക്രീസിംഗ് ഓർഡർ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം കാണാന്ന് പറഞ്ഞേ, CH3 ഇവിടെ CH3 CL CH3 BRും CH3 CH2 CLും CH3 twice CH ഉം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോന്നും എടുക്കുക. ഇവ തമ്മിൽ കമ്പയർ ചെയ്ത് CH3 CL ആണോ അല്ലെങ്കിൽ CH3 BR ആണോ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കാം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ CH3 CLും CH3 BRും രണ്ട് SN2ന്റെ പരിപാടി പറയാം. മിഥൈലാണ് ഏറ്റവും കൂടുതൽ. മിഥൈല്, പിന്നെ ആർക്ക്? പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ഇതാണ് നമ്മുടെ SN2ന്റെ ഓർഡർ എന്ന് പറയുന്നത്. മിഥൈലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇവരൊക്കെ എന്താ? ഇത് രണ്ടും മിഥൈലാ. ഇത് രണ്ടും എന്താ? ഇത് രണ്ടും എന്താണ്? ഇയാൾ എന്താണ്? CH3 CH2 CL എന്ന് പറയുമ്പോൾ ഇയാൾ എന്താ? ഇയാള് പ്രൈമറിയാ. ഇയാൾ എന്താ? സെക്കൻഡറിയാ. സെക്കൻഡറിയാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആർക്കാണ്? ഇത് രണ്ടിൽ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഇയാളായിരിക്കും, പിന്നെ ഏറ്റവും കുറവ് ഇയാളായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് ഇയാളാകുമ്പോൾ ഇയാളാണ് ആൻസർ ഉണ്ടാവുക. ഇനി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് CH3 CL CH3 BR ആരാ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക? CH3 BR അല്ലേ? അപ്പൊ പെട്ടെന്ന് ലീവ് ചെയ്ത് പോകുന്ന ഗ്രൂപ്പ് BR ഗ്രൂപ്പ് അല്ലേ? സോ ഇതാണ് SN2 പെട്ടെന്ന് നടക്കുക. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സോ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആന്ന് വിചാരിക്കുന്നു. ഓക്കെ ആന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യമാണ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, a set of compound which is reactive of halogen atom in the ascending order is. Okay, റിയാക്ടിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. റിയാക്ടിവിറ്റി ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് മക്കളെ. എന്ത്? റിയാക്ടിവിറ്റി ഓർഡർ വളരെ സിമ്പിൾ ആയ ഓർഡർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ക്ലോറോ ബെൻസിനും വിനൈൽ ക്ലോറൈഡും ക്ലോറോ എത്തീനും ഉണ്ട്. ഇൻക്രീസിംഗ് റിയാക്റ്റീവ് ചോദിച്ചു. ക്ലോറോ ബെൻസിൻ എന്ന് പറയുന്നത് എന്താ? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഈ അറൈൽ ഹാലൈഡ് എന്തല്ല? റിയാക്റ്റീവ് അല്ല. ബിക്കോസ് എന്താ? ഇതിന്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞതാണ്. അറൈൽ ഹാലൈഡ് എന്തിനാ? അത് റിയാക്റ്റീവ് അല്ല. അപ്പൊ ഇയാൾ എന്താണ്? റിയാക്റ്റീവ് വളരെ കുറവാണ്. റിയാക്റ്റീവ് വളരെ കുറവാണ്. പിന്നെ വിനൈൽ ക്ലോറൈഡും ക്ലോറോ എത്തീനും ഉണ്ടാകുമ്പോൾ ഇതെന്താണ്? ക്ലോറോ ഇത് എന്ന് പറഞ്ഞാൽ ക്ലോറോ ഇത്തൈൻ എന്ന് പറയുമ്പോൾ CH3 CH2 CL അത് ആൽക്കിൽ ഹാലൈഡ് ആണ്. അത് ഭയങ്കര റിയാക്റ്റീവ് ആണ് കമ്പയർ ടു വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ഉണ്ടാവും. ഓപ്ഷൻ എ ആണ് ആൻസർ ഉണ്ടാവും. ഓക്കെ അല്ലേ? വിനൈൽ ക്ലോറിന്റെ പ്രശ്നം എന്താ? അവിടെ വിനൈൽ എന്ന് പറയുമ്പോൾ എന്താ? അനൈൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിലും ഹാലജൻ ഉണ്ടാവും. വിനൈൽ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് കാർബൺ ആറ്റത്തിലാണ് ഹാലജൻ ഉള്ളത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ റെസൊണൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസിന്റെ പോസിബിലിറ്റി കുറവാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി കുറവാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റെസൊണൻസിന്റെ പോസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അപ്പൊ എന്തില്ല? സ്റ്റെബിലിറ്റി കുറവാണ്. നേരെ മറിച്ച് അലൈലിക് ആണെങ്കിൽ അവിടെ റെസൊണൻസിന്റെ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൂടും. സോ റിയാക്ടിവിറ്റി കൂടുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പം ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി അവസാനത്തെ ക്വസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. അവസാനം എന്റെ ആകാൻ പോവാണ്. ലാസ്റ്റ് ചോദ്യമാണ്. ഇത് കെമിക്കൽ റിയാക്ഷൻ കോമൺ എ ആൻഡ് ബി റെസ്പെക്റ്റീവ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ റിയാക്ഷന്റെ എ എന്തായിരിക്കും മക്കളെ? ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടാവുക. കാരണം ഡൈഅസോട്ടേഷൻ റിയാക്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂറിൻ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഫ്ലൂറിൻ കയറിയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഫ്ലൂറോ ബെൻസിൻ കിട്ടും. ആൻസർ വിൽ ബി എന്തായിരിക്കും മക്കളെ? നൈട്രോ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ആൻഡ് ഫ്ലൂറോ ബെൻസിൻ എന്നാണ്. കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. 10 ചോദ്യങ്ങൾ ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. സോ എൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യാം?
കൃത്യമായിട്ട് തിയറി പഠിക്കുക. അതുപോലെ ചോദ്യങ്ങളൊക്കെ വൃത്തിക്ക് പഠിക്കുക. എൻസിഇആർടിയുടെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നോക്കണം. അതേപോലെ അതുപോലെ ചാപ്റ്റർ പിറകിലുള്ള ചോദ്യങ്ങൾ നോക്കണം. അതേപോലെ എക്സാംപ്ലർ നോക്കണം. സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കണം. ഇതൊക്കെ നിങ്ങൾ നോക്കണം. പ്രീവിയസ് ഇയർ നോക്കണം. ഇതുകൂടി നോക്കുമ്പോൾ എന്ത് ചെയ്യും? ചാപ്റ്റർ സെറ്റ് ആവും. ഇപ്പൊ തിയറി കോൺസെപ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോരുത്തരും എന്ത് ചെയ്യും? വൃത്തിക്ക് എന്ത് ചെയ്യും? ഓരോന്ന് പഠിക്കാം. ഇനി സമയമില്ല. ഒരിക്കലും സമയം കളയാനില്ല. അടിച്ചു പൊളിച്ച് ഉഷാറാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.